ഓക്കെ ഓക്കെ ഹായ് ഗുഡ് ഈവനിങ് ഓൾ. എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഞാൻ ആക്ച്വലി ഇങ്ങനൊരു ക്ലാസ് പ്ലാൻ ചെയ്യുമ്പോൾ എനിക്കറിയത്തില്ലായിരുന്നു ഒരു കുട്ടിയെങ്കിലും കറക്റ്റായിട്ട് ക്ലാസ്സിന് ജോയിൻ ചെയ്യുമോ എന്ന് പറഞ്ഞ് ശങ്കിച്ചിരിക്കുകയാണ്. കാരണം നിങ്ങളെല്ലാവരും കോളേജിൽ നിന്ന് വന്നിട്ട് ടയേർഡായിരിക്കുന്ന സമയമാണ് എനിക്കറിയാം. കാരണം നിങ്ങൾ രാവിലെ ക്ലാസ്സിൽ പോയതായിരിക്കും, 8:30-9 മണിക്ക് ക്ലാസ്സിൽ പോയതായിരിക്കും. വൈകിട്ട് 4 മണി 4:30 വരെ ക്ലാസ് എന്തായാലും ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതിന് കഴിഞ്ഞിട്ട് വന്നൊരു ചായ കുടിക്കാനുള്ള ഒരു സമയമൊക്കെയാണ് ഇപ്പോൾ. ആ സമയത്ത് ആക്ച്വലി എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് മീൻസ് നിങ്ങൾക്ക് ഇനി അടുത്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് സ്റ്റഡി ടൈം തുടങ്ങുകയാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ക്ലാസ്സുകളൊന്നും എടുത്ത് എനിക്ക് തരാനും പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സമയം ചൂസ് ചെയ്തത്. അപ്പോൾ എന്നും ഈ സമയത്തായിരിക്കത്തില്ല. ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ സമയത്ത് എടുത്തത്. മീൻസ് എൻ്റെ ഷിഫ്റ്റ് സെക്കൻഡ് ഷിഫ്റ്റൊക്കെ വരുന്ന സമയത്ത് എനിക്ക് ഈ സമയത്ത് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരാൻ പറ്റത്തില്ല. അപ്പോൾ ആ ദിവസങ്ങളിൽ ഞാൻ അവൈലബിൾ ആയിട്ടുള്ള സമയത്ത് ഞാൻ ക്ലാസ് റെക്കോർഡ് ചെയ്തിടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അതിലൊരു മടിയും കൂടാതെ, ഒരു മടിയും ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ ഒരു ഫൈനൽ പ്രിപ്പറേഷൻ്റെ സമയത്ത് നോക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതായിരിക്കും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം. അപ്പം ഞാൻ അന്നത്തെ കഴിഞ്ഞ ലൈവിൽ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ആവശ്യകത, അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. കാരണം ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോഴും അതിൽ ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻസ് കാണുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഏത് തരത്തിലാണ് ക്വസ്റ്റ്യൻസ് നഴ്സിങ്ങിന് ചോദിക്കുന്നതെന്ന്. ഓക്കെ, അതിന് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുക തന്നെ. പല കുട്ടികളും ക്വസ്റ്റ്യൻ പേപ്പർ എവിടെ നിന്ന് കിട്ടും എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾക്ക് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ആയാലും കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റി ആയാലും നിങ്ങളുടെ സൈറ്റിൽ കയറുക, അതിനകത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആണ്. ഫസ്റ്റ് ഇയറിനായാലും സെക്കൻഡ് ഇയർ ആയാലും തേർഡ് ഇയർ ആയാലും ഫോർത്ത് ഇയർ ഏത് ഇയറുകാരായാലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അതിനകത്ത് അവൈലബിൾ ആണ്. ഇല്ല എങ്കിൽ നമ്മുടെ ഗ്രൂപ്പുകളിൽ കുട്ടികളൊക്കെ ഷെയർ ചെയ്ത് ഗ്രൂപ്പിനകത്തുണ്ടാവും, അതിൽ ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും. പക്ഷെ അതിനേക്കാളൊക്കെ മറ്റുള്ളവരോട് ചോദിക്കുന്നതിനേക്കാളൊക്കെ നല്ലത് നിങ്ങൾ ഈ സൈറ്റ് ജസ്റ്റ് ഗൂഗിളിൽ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമുള്ളൂ. KHUS അല്ലെങ്കിൽ KUHS എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞ് ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ മതി. പ്രീവിയസ് GNM, BSc, MSc എല്ലാവരുടെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം അതിനകത്ത് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ആയാലും കാരണം നിങ്ങളുടെ സൈറ്റിൽ നിന്നാണ് ഞാൻ ഡൗൺലോഡ് ചെയ്ത് ക്വസ്റ്റ്യൻസ് എടുക്കുന്നത്. ഇനി അങ്ങനെ നിങ്ങൾ തപ്പി ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം അടുക്കി വെച്ച് നിങ്ങൾ തലയണ എനിക്ക് പകരമായിട്ട് ഉപയോഗിച്ച് ഉറങ്ങണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്കൊരു ഫൈനൽ പ്രിപ്പറേഷനിലോ നമ്മൾ ഫസ്റ്റ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക എന്നുള്ള രീതിയിലാണ് ഇപ്പോഴേ ഞാനൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചാൽ റെഗുലർ ക്ലാസ്സസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇന്ന് രാവിലെ നമ്മുടെ സൈക്കോളജിയുടെ ഡെവലപ്മെൻറ്റൽ സൈക്കോളജിയുടെ ഫസ്റ്റ് പാർട്ട് ഇൻഫാൻസിയുടെ ഡെവലപ്മെൻറ്റൽ സൈക്കോളജി എന്ന ക്ലാസ് എടുത്തിരുന്നു, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അധികം പേര് കണ്ടിട്ടില്ല, മേ ബി നിങ്ങളെല്ലാവരും ക്ലാസ്സിലായിരുന്നു, അതുകൊണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ പോലെ ക്ലാസ്സുകളെല്ലാം കണ്ടുപഠിക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ എൻ്റെ സൗണ്ട് ക്ലിയർ ആണല്ലോ അല്ലേ, എൻ്റെ സൗണ്ടൊക്കെ ക്ലിയർ ആണല്ലോ അല്ലേ, ഒന്ന് റെസ്പോണ്ട് ചെയ്യണം. ഞാൻ ചോദിക്കുന്നതിന് ഉത്തരങ്ങൾ നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്യണം. നമുക്ക് ചുരുങ്ങിയ സമയത്തുള്ളിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് തീർക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ആവശ്യം. പക്ഷെ തീരെ പെട്ടെന്ന് ക്വിക്കായിട്ട് എടുത്തു പോകുന്നതുകൊണ്ട് ഒരു യൂസും ഇല്ല. അപ്പോൾ മാക്സിമം എക്സ്പ്ലെയിൻ ചെയ്യുകയും വേണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്യാൻ ശ്രമിക്കുക. കാരണം 6 പേരാണ് ഇത്തിരി കുറച്ചെങ്കിലും പഠിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ ഈ ക്ലാസ്സിന് ജോയിൻ ചെയ്ത്. സന്തോഷമുണ്ട്, 6 പേരോട് എന്തായാലും സന്തോഷമുണ്ട്. നന്നായിട്ട് പഠിക്കുക, ആത്മാർത്ഥതയോടെ പഠിക്കുക കേട്ടോ. ഒട്ടും തന്നെ സമയം വേസ്റ്റ് ആക്കാതെ കിട്ടുന്ന ഫെസിലിറ്റീസൊക്കെ മാക്സിമം യൂസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ ഇന്ന് ക്ലാസ്സിന് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പോരായ്മ തോന്നുന്നത്, ഇത് ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആയതുകൊണ്ട് ഞാൻ ഇത്രയും സംസാരിക്കുന്നത്. ഇല്ലെങ്കിൽ ഇനി അടുത്ത ക്ലാസ്സുകളൊക്കെ വരുമ്പോൾ ഞാൻ ഇങ്ങനെയൊന്നും പറയത്തില്ല, ഞാൻ ക്ലാസ് എടുത്ത് പോകത്തേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും പോരായ്മ അല്ലെങ്കിൽ എന്താണ് കൂടുതൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് മെൻഷൻ ചെയ്യുക. ആസ് മച്ച് ആസ് പോസിബിൾ എന്നെക്കൊണ്ട് കഴിയുന്ന ഞാൻ അത്രയും ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമായിട്ട് എടുത്ത് കാണിക്കുകയല്ല ചെയ്യുന്നത്. ഞാൻ ക്വസ്റ്റ്യൻ എടുക്കും. അപ്പോൾ ആദ്യം ഞാൻ എടുക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന 2023 നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലെ ക്വസ്റ്റ്യൻസ് എടുത്ത് പറഞ്ഞ് തീർന്നതിന് ശേഷം എന്നാണോ അത് പഠിപ്പിച്ച് തീരുന്നത്, അതിന് ശേഷമാണ് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത സബ്ജക്റ്റിലോട്ട്, അല്ലെങ്കിൽ 2023 തന്നെ അടുത്ത സബ്ജക്റ്റിലോട്ട് നമ്മൾ പോകത്തുള്ളൂ. ആ രീതിയിലാണ് സബ്ജക്റ്റ്. പിന്നെ ഇവിടെ ഞാൻ കുറേ നോട്ട് വായിക്കോരി തരിക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യുക, ആ രീതിക്ക് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നൊന്നും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യുക, അത്ര മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ജസ്റ്റ് കേട്ടിരിക്കുക, നിങ്ങളുടെ ഒരു ടൈം എന്നുള്ള രീതിയിൽ ജസ്റ്റ് കേട്ടിരിക്കുക. പറ്റിയാൽ സമയമുണ്ടെങ്കിൽ ഒരു നോട്ടിൽ നിങ്ങളതൊന്ന് ഒരു പോയിന്റ്സ് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നതൊന്ന് കുറിച്ചെടുക്കുകയാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ എല്ലാവരും നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഇതിൻ്റെ റെക്കോർഡഡ് ക്ലാസ്സും നമ്മുടെ ലൈവിൻ്റെ ക്ലാസ്സും എല്ലാം നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടെ വന്ന് കൊടുക്കുക. കാരണം അപ്പോൾ അവർ ഫൈനൽ ലാസ്റ്റ് കിടന്ന് ഓടിപ്പിടിക്കാതെ, അപ്പോൾ ഇപ്പോഴേ കുറേശ്ശെ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർ പഠിച്ചോട്ടെ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എഴുതണം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം. ക്ലാസ് ഇഷ്ടമാണെങ്കിൽ ഇപ്പോഴേ ലൈക്ക് ചെയ്തേക്കുക, വെയിറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി
ഇനി മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടോ? മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ മെസ്സേജ് ഇടാം. ഓക്കെ, ഇതാണ് നമ്മുടെ, ഇതിപ്പോൾ ഞാൻ ആദ്യം എഴുതിയിരിക്കുന്നത് KUHSൻ്റെ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നിങ്ങൾ KUHSൻ്റെ ആണെന്ന് വിചാരിച്ചിട്ട് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിക്കാർ അത് അയ്യോ ഇത് വേണ്ട എന്ന് വിചാരിക്കരുത്. ഈ സെയിം ക്വസ്റ്റ്യൻ പേപ്പറും ഈ സെയിം പാറ്റേണും ഈ സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻസും തന്നെയാണ് നിങ്ങൾക്കും വരുന്നത്. അവർക്ക് ഈ പ്രാവശ്യം ചോദിച്ചത് നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സെയിം ക്വസ്റ്റ്യൻസ് തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി വരുന്നത്. സെയിം സിലബസ് ആണ്. സോ ഇറ്റ് ഈസ് വെരി ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് യൂസ്ഫുൾ. നിങ്ങൾ KUHS ആണ് RGUHS ആണ് എന്ന് പറഞ്ഞിട്ട് മാറ്റി ഒന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. യു ആൾ ആർ നഴ്സിംഗ് സ്റ്റുഡൻസ്, ഫസ്റ്റ് സെം നഴ്സിംഗ് സ്റ്റുഡൻസ്. ഫോർ മീ ഓൾ ആർ ഈക്വൽ. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലോ 75 മാർക്കിനാണ്, നിങ്ങൾക്കറിയാം 75 മാർക്കിനാണ് നമ്മുടെ എക്സാം എന്ന് പറയുന്നത്. ഒരു പേപ്പർ ഒരു ദിവസത്തെ എക്സാം 75 മാർക്കിന് അനാട്ടമിയും ഫിസിയോളജിയും കൂടിയാണ്. ഇതിൽ പാർട്ട് എ സെക്ഷൻ എ അനാട്ടമിയാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് 37 മാർക്സിനാണ് ക്വസ്റ്റ്യൻ വന്നത്. കറക്റ്റ് എക്സാക്ട്ലി ഞാൻ സൈറ്റിൽ നിന്ന് എടുത്ത ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നത്. അനാട്ടമി ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് പഠിക്കാം. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. 6 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് അനാട്ടമിയിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം 6 ക്വസ്റ്റ്യൻ ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ റീസെൻ്റ് ആയിട്ട് നടന്ന ക്വസ്റ്റ്യൻ ആണിത്. അതിൽ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇതിൽ ഒന്ന് നമ്പർ എന്ന് കൊടുക്കുക. ഇതിൽ ഏതാണോ കറക്റ്റ് ഓപ്ഷൻ ആ ഓപ്ഷൻ മാത്രം, ഇപ്പോൾ ലാറ്റ് ബി ആണെങ്കിൽ സി ആണെങ്കിൽ അത് സി എന്ന് ബി ആണോ എന്ന് ഇട്ടിട്ട് ലാറ്ററൽ ആണോ പോസ്റ്റീരിയർ ആണോ ഏതാണെന്ന് വെച്ചാൽ അത് മാത്രം വേർഡ് എഴുതി വെക്കുക. ഒരു വേർഡേ പാടുള്ളൂ. 2 ഓപ്ഷൻ എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് ഈ എന്താ നെഗ്ലക്ട് ചെയ്യവർ അതിന് മാർക്ക് ഇടുക. അല്ല ഒരെണ്ണം ശരിയാണെങ്കിൽ പോലും അവർ മാർക്ക് ഇടത്തില്ല. ഒരു ആൻസർ, നിങ്ങളുടെ ഒരു ആൻസറെ നിങ്ങൾ എഴുതി വെക്കാം. ഒരിടത്ത് ഒരിടത്ത് എഴുതി വെക്കുക, പിന്നീട് ഒരിടത്ത് വീണ്ടും ഒരിടത്ത് ലാസ്റ്റ് പേജിൻ്റെ അവിടെ 1 നമ്പർ ഇട്ട് വീണ്ടും വേറൊരു ആൻസർ എഴുതി വെക്കുക. അങ്ങനെയൊന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ 2 മാർക്കും പോകും കേട്ടോ. ഏതെങ്കിലും അത് ശരിയാണെങ്കിൽ പോലും അത് കിട്ടത്തില്ല. നിങ്ങൾക്ക് ഏതാണ് അപ്രോപ്രിയേറ്റ് ആണോ തോന്നുന്നത് അത് എഴുതുക. അപ്പോൾ ഇതാണ് 6 ക്വസ്റ്റ്യൻ. നമ്മളിതിൽ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ നോക്കാം. ആക്സിലറി നെർവ്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആൻസർ നിങ്ങൾ എഴുതുക. ഓക്കെ, അപ്പം അറിയത്തില്ല എങ്കിൽ നിങ്ങളത് മനസ്സിലാക്കേണ്ടത് ഈ ഏരിയ നിങ്ങൾ ഇനി പഠിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ആൻസർ ചെയ്യൂ. അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് ക്ലാസ്സുകൾ ഞാൻ അപ്ലോഡ് ചെയ്യും. ഈ സീരീസ് മീൻസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് വെച്ചിട്ട് നമ്മുടെ ക്ലാസ്സിനൊന്നും ഒരു ഡിലേ വരുന്നില്ല. ഡെയിലി ഞാൻ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, നമ്മുടെ സൈക്കോളജി കഴിഞ്ഞ് അതിനൊപ്പം തന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ 4ാമത്തെ ഒരു ചാപ്റ്ററോട് പെൻഡിങ് വന്നതുകൊണ്ടാണ് ആ ഒരു ചാപ്റ്റർ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തത്. സൈക്കോളജിയും സോഷ്യോളജിയാണ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട്. അപ്പം അനാട്ടമി ഫിസിയോളജി ഒരുപാട് പോർഷൻസ് ഞാൻ എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ സൈക്കോളജിയും സോഷ്യോളജിയും കുട്ടികൾ ചോദിച്ച് മടുത്തതാണ്. അതുകൊണ്ടാണ് അത് ഞാനിപ്പോൾ എടുക്കുന്നത്. അത് കഴിയുമ്പോൾ എന്തായാലും അനാട്ടമിയും ഫിസിയോളജിയും കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യും. നമ്മളിപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ടച്ച് പോകാതിരിക്കാൻ വേണ്ടി ഞാനിപ്പോൾ ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ സോഷ്യോളജിയും സൈക്കോളജിയും പോകാതെ അനാട്ടമിയിലോട്ട് വന്നത്. അപ്പോൾ നമ്മൾ ഇവിടെയും അനാട്ടമി പോർഷൻസ് ആണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആക്സിലറി നെർവ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ഡാഷ് കോഡ് ഓഫ് ബ്രേക്കിയൽ പ്ലെക്സസ്. അതായത് നമ്മുടെ അനാട്ടമി ആൻഡ് ഫിസിയോളജിയിൽ അനാട്ടമിയിൽ അനാട്ടമി നമുക്കറിയാം, അനാട്ടമി ഓഫ് നെർവസ് സിസ്റ്റം. നിങ്ങൾക്കറിയാം അനാട്ടമിയിലെ ലാസ്റ്റ് യൂണിറ്റ് ആണ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് അല്ലേ. ലാസ്റ്റ് യൂണിറ്റ് എന്നാണ് എൻ്റെ ഓർമ്മ. ലാസ്റ്റ് യൂണിറ്റ് നെർവസ് സിസ്റ്റത്തിനകത്ത് നിങ്ങൾ ഒരുപാട് ബ്രെയിൻ പഠിക്കുന്നുണ്ട്, സ്പൈനൽ കോഡ് പഠിക്കുന്നുണ്ട്, ക്രേനിയൽ നെർവ്സ് പഠിക്കുന്നുണ്ട്, സ്പൈനൽ നെർവ്സ് പഠിക്കുന്നുണ്ട്, പെരിഫറൽ നെർവസ് സിസ്റ്റം പഠിക്കുന്നുണ്ട്, ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം പഠിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, ന്യൂറോൺ പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പം അതിൽ നിങ്ങൾ സ്പൈനൽ നെർവ്സ് പഠിച്ചോ? സ്പൈനൽ നെർവ്സ് പഠിച്ചായിരുന്നോ? സ്പൈനൽ നെർവ്സ് പഠിച്ചതിൽ അതിൽ കുറച്ച് പ്ലെക്സസ് പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്താണ് പ്ലെക്സസ് എന്ന് പറഞ്ഞാൽ? സ്പൈനൽ നെർവ്സിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്യുന്ന കുറച്ച് നെർവുകൾ ഒരുമിച്ച് ചേർന്ന് കമ്പൈൻ ചെയ്ത് വരുമ്പോൾ അതിനെയാണ് പ്ലെക്സസ് എന്ന് പറയുന്നത്. സിംഗിൾ നെർവ് സ്പൈനൽ കോഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സിംഗിളായിട്ട് പോവുകയാണെങ്കിൽ അതിനെ നെർവ് എന്ന് മാത്രമേ പറയത്തുള്ളൂ, പ്ലെക്സസ് എന്ന് പറയത്തില്ല. അങ്ങനെ നമ്മുടെ സ്പൈനൽ കോഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കുറേ നെർവുകളുണ്ട്. അതിന് ചില പ്ലെക്സസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ആ ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ യു ട്രൈ ടു ആൻസർ ദിസ്, അതർവൈസ് ഐ വിൽ ട്രൈ ടു ആൻസർ. ഐ വിൽ ഗിവ് ആൻസർ നൗ. ആക്സിലറി നെർവ് എന്ന് പറയുന്ന നെർവ് നമ്മുടെ ബ്രേക്കിയൽ പ്ലെക്സസിൻ്റെ പോസ്റ്റീരിയർ കോഡിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്യുന്നതാണ്. ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് പോസ്റ്റീരിയർ കോഡ് ഓഫ് ബ്രേക്കിയൽ പ്ലെക്സസ്. അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ പ്രതീക്ഷിക്കാൻ അടുത്ത എക്സ്പെക്ട് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ എന്താണ്? ഇനി അടുത്ത് ചോദിക്കുന്ന ഏതെങ്കിലും എക്സാമിന് മറ്റേതെങ്കിലും പ്ലെക്സസോ അല്ലെങ്കിൽ ബ്രേക്കിയൽ പ്ലെക്സസിൽ തന്നെയുള്ള മറ്റൊരു നെർവോ ചോദിക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മളിനി ആ ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ സ്കിപ്പ് പോകാൻ ശ്രമിച്ചിട്ടുള്ള പോർഷൻസ് ആണ് ഈ നെർവ്സ്. പക്ഷേ ഇപ്പോഴത്തെ എക്സാമിന്
ഭയങ്കര കീനായിട്ട്, കാരണം എല്ലാവരും ബ്രില്യൻ്റ് ആണ് ഇപ്പോൾ, എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നവരാണ്. അപ്പോൾ അവർ പെട്ടെന്ന് നന്നായിട്ട് പഠിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് അവർ ഒരു തറവ്, നമ്മൾ ഔട്ട് സൈഡൊക്കെ പഠിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഈ 1 വേർഡ് ക്വസ്റ്റ്യൻസ് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും കിട്ടത്തില്ല. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ സ്പൈനൽ കോഡ്. ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാം. ഇവിടെ നമ്മുടെ ബ്രെയിനിൻ്റെ ഏറ്റവും നമ്മുടെ മെഡുല ഒബ്ലോങ്കേറ്റയുടെ തൊട്ട് താഴെ അല്ലേ, മെഡുല ഒബ്ലോങ്കേറ്റ കഴിഞ്ഞ് തുടർന്നാണ് എന്ത് വരുന്നത്, നമ്മുടെ ഈ സ്പൈനൽ കോഡ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്പൈനൽ കോഡ് ഇതുവരെ ഉണ്ട്, കോഡ ഇക്വാന വരെ ഇവിടെ ഉണ്ട് അല്ലേ. ഈ സ്പൈനൽ കോഡിൽ നിന്ന് ചെറിയ ചെറിയ നെർവുകൾ അങ്ങോട്ട് വലത്തോട്ടും ഇടത്തോട്ടും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ നമ്മുടെ ആദ്യത്തെ പാട്ടുള്ള നെർവ്സിൽ സെർവിക്കൽ നെർവ്സ് എന്നാണ് പറയുന്നത് അല്ലേ. സെർവിക്കൽ നെർവ്സ് അത് C1 മുതൽ അത് ഓർക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര നെർവുകളുണ്ട്, ഓരോ പ്ലക്സസിനകത്ത് എത്ര നെർവുകളുണ്ടെന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് ചുരുക്കി പറയാം, ഞാൻ ഒരുപാട് നീട്ടി ഇത് പോകുന്നില്ല, ഇവിടെ ചുരുക്കി പറയാം. നമുക്ക് എത്ര പ്ലെക്സസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 പ്ലെക്സസ് ആണ് ഉള്ളത്. ഫസ്റ്റ് സെർവിക്കൽ പ്ലെക്സസ്, അത് കഴിഞ്ഞാൽ ബ്രേക്കിയൽ പ്ലെക്സസ്. ഓക്കെ, സെർവിക്കൽ പ്ലെക്സസ്, ബ്രേക്കിയൽ പ്ലെക്സസ്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഗ്യാപ്പാണ് ഇവിടെ, അവിടെ പ്ലെക്സ് ഇല്ല, കാരണം ഇതെല്ലാം സിംഗിൾ നെർവായിട്ടാണ് എക്സ്റ്റെൻഡ് ചെയ്തത്. ഇതുപോലെ കമ്പൈൻ ചെയ്യുന്നൊന്നുമില്ല. ഓക്കെ, മനസ്സിലായല്ലോ, അതുകൊണ്ടാണ് അവിടെ പ്ലെക്സസ് ഇല്ലാത്തത്. അത് കഴിഞ്ഞാൽ പിന്നെ ലംബാർ റീജിയൻ ഉണ്ട്, നമ്മുടെ നടുവിന് തൊട്ട് താഴെയുള്ള ലംബാർ റീജിയൻ എത്തുമ്പോൾ അവിടെ ഒരു പ്ലെക്സ് വരുന്നുണ്ട്, അതാണ് ലംബാർ പ്ലെക്സസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത സാക്രത്തിൻ്റെ റീജിയൻ എത്തുമ്പോഴാണ് അതിന് സാക്രൽ പ്ലെക്സസ്. നെർവസ് സിസ്റ്റം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഓൾറെഡി ഞാൻ നെർവസ് സിസ്റ്റത്തിൻ്റെ അനാട്ടമി ആൻഡ് ഫിസിയോളജി കമ്പൈൻഡ് ആയിട്ടുള്ള ക്ലാസ് ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് ഞാൻ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ അത് കണ്ട് പഠിക്കാം. ഇല്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് ജസ്റ്റ് ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാക്കിയെടുക്കാമെന്ന കാര്യമുള്ളൂ. 4 പ്ലെക്സസ് ആണ് നമ്മുടെ സ്പൈനൽ കോഡിൽ. 4 പ്ലെക്സസ് ആണ് നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. സെർവിക്കൽ പ്ലെക്സസ്, ബ്രേക്കിയൽ പ്ലെക്സസ്, ലംബാർ പ്ലെക്സസ്, സാക്രൽ പ്ലെക്സസ്. ഇനി ഓരോ പ്ലെക്സസിൽ എത്ര നെർവ് ഉണ്ടെന്ന് നോക്കാം. നമുക്ക് ഈ സെർവിക്കൽ നെർവ് എന്ന് പറയുമ്പോൾ സെർവിക്കൽ നെർവ് എത്രയാണുള്ളത്, C1 മുതൽ C8 വരെയുണ്ട്. അതായത് 8 നെർവാണ് അവിടെ സെർവിക്കലിനകത്ത് വരുന്നത്. സെർവിക്കൽ പ്ലെക്സസ് അല്ല, സെർവിക്കൽ നെർവ്സ് ഉണ്ട്. C1, C2, C3, C4, C5, C6, C7, C8 വരെയുണ്ട്. ഇനി തൊറാസിക് നെർവ്സ് ആണ് T1 മുതൽ, തൊറാസിക് നെർവ്സ് കേട്ടോ, T1 മുതൽ T12 വരെയുണ്ട്. T12 വരെയുണ്ട്, അത് 12 എണ്ണം ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ലംബാറാണ് എത്ര എണ്ണം ഉള്ളത്, L1 മുതൽ L5 വരെയാണുള്ളത് കേട്ടോ. ലംബാർ നെർവ്സ് 5 വരെയാണുള്ളത്. സാക്രൽ എന്ന് പറയുമ്പോൾ എത്രയാണ്, S1 മുതൽ S5 വരെയുണ്ട് കേട്ടോ. S1 മുതൽ S5 വരെയുണ്ട്. പിന്നെ ഒരു കോക്സീജിയൽ CO1, ഒരു കോക്സീജിയൽ നെർവുണ്ട്. ഇത്രയാണ് നമ്മുടെ സ്പൈനൽ നെർവ്സ് എന്ന് പറയുന്നത്. ഇതിൽ C1 മുതൽ C5 വരെയുള്ള നെർവ്സിനെ കമ്പൈൻ ചെയ്തിട്ടാണ് സെർവിക്കൽ പ്ലെക്സസ് എന്ന് പറയുന്നത്. കാരണം അത് കണ്ടോ, ഈ വശത്ത് നിങ്ങൾക്ക് കാണാം, ഇവ തമ്മിൽ പരസ്പരം ജോയിൻ്റ് ആണ്. എന്നിട്ട് കണക്ട് ചെയ്ത് രൂപപ്പെട്ടതിന് ശേഷം പിന്നീട് അവിടെ നിന്ന് ഓരോരോ നെർവുകളായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ സെർവിക്കൽ പ്ലെക്സസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഡിവിഷനെ കുറിച്ച് നമ്മൾ അടുത്ത് പഠിക്കും. കാരണം ഇന്ന് നമ്മൾ ഈ ഒരു നെർവാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. കാരണം ഇനി ഈ നെർവിൽ നിന്ന് എവിടെ നിന്ന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതണം, അതിന് വേണ്ടി തയ്യാറാവണം. ഈ ക്വസ്റ്റ്യൻ ഇനി നമ്മൾ ഈ ഒരു ടോപ്പിക്ക് നമ്മൾ ഇനി പഠിക്കേണ്ടി വരരുത്, അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ സെർവിക്കൽ പ്ലെക്സസ് എന്ന് പറയുമ്പോൾ C1 മുതൽ C5 വരെയാണ്. ക്ലിയർ ആയോ? ഇനി അതിൻ്റെ ഡിവിഷനെ കുറിച്ച് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് അടുത്ത പേജിൽ പഠിക്കും. അടുത്ത C6 മുതൽ അടുത്ത T1 വരെ, C6, C7, C8, അത് C5 മുതൽ എന്നേ പറയണം, കാരണം അവിടെ നിന്നും ചെറിയൊരു കണക്ഷൻ ഉണ്ട് ബ്രേക്കിൽ പ്ലെക്സിൽ കേട്ടോ. C5 മുതൽ T1 വരെ, തൊറാസിക് നെർവ് 1 വരെ ഓക്കെ വരുന്ന പ്ലെക്സ് ആണ് ബ്രേക്കിയൽ പ്ലെക്സ് എന്ന് പറയുന്നത്. എന്താണ് ബ്രേക്കിയൽ പ്ലെക്സ്? അതും ഇതുപോലെയാണ്, പരസ്പരം ജോയിൻ ചെയ്യുന്നു. അതിൽ നിന്നും പിന്നെ പുതിയ നെർവുകൾ രൂപപ്പെടുന്നു. അത് നമ്മുടെ കൈകളിലോട്ടും തോളലിലോട്ടും ഷോൾഡറിലും നമ്മുടെ ഈ കൈയിലോട്ടും, വലതും ഇടതും കയ്യിലും, ഇത് സെയിം ഇതുപോലെ ലെഫ്റ്റ് സൈഡിലും ഉണ്ട് കേട്ടോ. അത് എന്ത് ചെയ്യുന്നു, കൈയിലോട്ട് പോകുന്നു. അതുകൊണ്ട് നെർവ്സുകളായിട്ട് പോകുന്നു. ഇത് ആർട്ടറീസ് അല്ല, വെയിൻസ് അല്ല, ഇത് നെർവാണ് കേട്ടോ, ബ്രേക്കിയൽ പ്ലെക്സസ്. അത് കഴിഞ്ഞാൽ പിന്നെ സിംഗിൾ നെർവുകളാണ്, അവിടെ നമുക്ക് പ്ലെക്സസ് ഇല്ല. അത് കഴിഞ്ഞാൽ T12, ടിയുടെ തൊറാസിക് നെർവിൻ്റെ 12ാമത്തെ T12 മുതൽ L4 വരെയുള്ള L4 വരെയുള്ള പ്ലെക്സസ് ജോയിൻ ചെയ്ത് വീണ്ടും ഇവിടെ എന്ത് ചെയ്യുന്നു, വീണ്ടും ഇവിടെ കമ്പൈൻ ചെയ്ത് പ്ലെക്സ് ഫോം ചെയ്യുന്നുണ്ട്. അതിനെ പറയുന്ന പേരെന്താണ്, ലംബാർ പ്ലെക്സസ് എന്നാണ് പറയുന്നത്. ലംബാർ പ്ലെക്സസ് എന്നാണ് പറയുന്നത്. ഇനി ഈ L4 മുതൽ S4 വരെ, L4 മുതൽ S4 വരെ വരുന്നതാണ് സാക്രൽ പ്ലെക്സസ് എന്ന് പറയുന്നത്. ഇതാണ് 4
പ്ലെക്സസ്. ഇതിൻ്റെ നമ്മൾ ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത് ഇതിൽ ഓരോ പ്ലെക്സസും എന്താണ്, എങ്ങനെ ഡിവൈഡ് ചെയ്ത്, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാലേ നമുക്ക് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ആക്സിലറി നെർവ് ഈ ബ്രേക്കിയൽ പ്ലെക്സസിനുള്ളിൽ നിന്നാണ് ആക്സിലറി നെർവ് എന്ന് പറഞ്ഞു, പക്ഷെ അത് ഏത് കോഡാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് പോസ്റ്റീരിയർ കോഡാണോ, ലാറ്ററൽ കോഡാണോ, മീഡിയൽ കോഡാണോ, ആൻറ്റീരിയർ കോഡാണോ, മിഡിൽ കോഡാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് അറിയണമെങ്കിൽ ബ്രേക്കിയൽ പ്ലെക്സസ് എത്രയായിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്ന് നമുക്ക് അറിയണ്ടേ? അറിയണം അല്ലേ? അറിയണം. അപ്പോൾ നമുക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ആക്സിലറി നെർവ് എന്ന് പറയുന്നുണ്ടോ, ഇവിടെയാണേ, ഇതാണ് നമ്മുടെ ആക്സിലറി നെർവ്. ഒരു മിനിറ്റ്, ആക്സിലറി നെർവ് കണ്ടോ, ഇതാണ് നമ്മുടെ ആക്സിലറി നെർവ്. ഇത് ഏത് കോഡിൽ നിന്നാണ് ഫോം ചെയ്തിരിക്കുന്നതെന്ന് ചോദിക്കുന്നത്. അതിൻ്റെ ആൻസർ കൃത്യമായി ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. നമ്മൾ ആദ്യം ഇവിടെ പഠിക്കാൻ പോകുന്നത് സെർവിക്കൽ പ്ലെക്സസ് ആണ്. സെർവിക്കൽ പ്ലെക്സസ് എന്താണ്? സെർവിക്കൽ പ്ലെക്സസ് കൺസിസ്റ്റ് ഓഫ് വെൻട്രൽ റാമി ഓഫ് സ്പൈനൽ നെർവ്സ്. ഏത് മുതൽ ഏത് വരെയുള്ളതാണ്? C1 മുതൽ C5 വരെയാണ്. C1 എന്ന് വെച്ചാൽ എന്താണ്? സെർവിക്കൽ. ഓക്കെ, C1 മുതൽ C5 വരെയാണ് സെർവിക്കൽ പ്ലെക്സസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ്, ദ ബ്രാഞ്ചസ് ഓഫ് ദ സെർവിക്കൽ പ്ലെക്സസ് ഇന്നർവേറ്റ് ദ മസിൽസ് ഓഫ് ദ നെക്ക്. അതെങ്ങോട്ടൊക്കെയാണ് പോകുന്നത്? ഈ സെർവിക്കൽ പ്ലെക്സസ് C1 മുതൽ C5 വരെയുള്ള നെർവ്സ് പരസ്പരം ജോയിൻ ചെയ്ത് ഉണ്ടാകുന്ന ഈ സെർവിക്കൽ പ്ലെക്സസ് അത് വീണ്ടും ഡിവൈഡ് ചെയ്ത് നമ്മുടെ ഏതൊക്കെ ശരീരഭാഗങ്ങളിലോട്ടാണ് സപ്ലൈ ചെയ്യുന്നത്? നെക്ക് മസിൽസിലും തൊറാസിക് ക്യാവിറ്റി, നമ്മുടെ ചെസ്റ്റ് ഏരിയ, തൊറാസിക് നെക്കും തൊറാസിക് ക്യാവിറ്റി, ഈ ഏരിയകളിലാണ് ഈ സെർവിക്കൽ പ്ലെക്സസ് സപ്ലൈ ചെയ്യുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ അവിടെ ഓർമ്മ വരണം, സെർവിക്കൽ പ്ലെക്സസിൻ്റെ ഒരു വേർഡ് ക്വസ്റ്റ്യനോ അങ്ങനെ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ട് ചോദിച്ചാൽ ഓർമ്മ വരണം, അത് മെയിൻ ആയിട്ട് ഈ സെർവിക്കൽ പ്ലെക്സസ് എങ്ങോട്ടാണ് ഡിവൈഡ് ചെയ്ത് പോകുന്നത്, ഏത് മസിൽസിലോട്ടാണ് ഇന്നർവേറ്റ് ചെയ്യുന്നത്? നമ്മുടെ നെക്ക് മസിൽസിലും തൊറാസിക് ക്യാവിറ്റി. തൊറാസിക് ക്യാവിറ്റി എന്ന് പറഞ്ഞാൽ അറിയാലോ, ചെസ്റ്റ്. ഓക്കെ, തൊറാസിക് ക്യാവിറ്റിയിലോട്ടാണ് പോകുന്നത്. അതുപോലെ തന്നെ പ്രധാനമായിട്ടുള്ള നെർവ്, നമ്മളിവിടെ ബ്രേക്കിയൽ പ്ലെക്സസിൽ നമ്മൾ ആക്സിലറി നെർവ് പറഞ്ഞതുപോലെ സെർവിക്കൽ പ്ലെക്സസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെർവാണ് ദ ഫ്രീനിക് നെർവ്. വൺ വേർഡിന് ചോദിക്കാവുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെർവാണിത്, ഫ്രീനിക് നെർവ്. ഓക്കെ, ഫ്രീനിക് എന്ന് പറഞ്ഞാൽ ഓർക്കുക, ഇറ്റ്സ് എ മെയിൻ നെർവ് സപ്ലൈയിങ് ടു ഡയഫ്രം. ഓക്കെ, ഡയഫ്രം എന്ന് പറഞ്ഞാൽ അറിയാലോ നിങ്ങൾക്ക്, ഡയഫ്രം ഈസ് എ മസ്കുലാർ ഓർഗൻ. ഓക്കെ, ഡയഫ്രം ഞാൻ ഇവിടെ എഴുതാൻ എനിക്ക് ഒരു പെന്ന് വർക്ക് ആകുന്നില്ല, അതുകൊണ്ട് എഴുതാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഡയഫ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ മസ്കുലാർ സെപ്പറേഷൻ ഓഫ് ദ നമ്മുടെ തൊറാസിക് ക്യാവിറ്റി ആൻഡ് പെരിട്ടോണിയൽ ക്യാവിറ്റി. നമ്മുടെ അബ്ഡോമിനൽ ക്യാവിറ്റിയെയും തൊറാസിക് ക്യാവിറ്റി നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു മസ്കുലാർ മെംബ്രെയിൻ, അതിനെയാണ് ഡയഫ്രം എന്ന് പറയുന്നത്. ഈ ഡയഫ്രത്തിലോട്ട് സപ്ലൈ ചെയ്യുന്ന നെർവാണ് ഫ്രീനിക് നെർവ്. ആ ഡയഫ്രത്തിലോട്ട് സപ്ലൈ ചെയ്യുന്ന ആർട്ടറിയാണ് ഫ്രീനിക് ആർട്ടറി. അതിലോട്ട് സപ്ലൈ ചെയ്യുന്ന വെയിനാണ് ഫ്രീനിക് വെയിൻ. ക്ലിയർ ആയോ? ഫ്രീനിക് എന്നുള്ള വേർഡ് വന്നാൽ ഉടനെ ഓർമ്മിക്കണം, ഇറ്റ്സ് സപ്ലൈയിങ് ടു ഡയഫ്രം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ ഒരു സെർവിക്കൽ പ്ലെക്സസിൽ മെയിൻ ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടതാണ് ഫ്രീനിക് നെർവ്. ഇറ്റ് സപ്ലൈയിങ്, നമ്മുടെ സെർവിക്കൽ പ്ലെക്സസ് സപ്ലൈയിങ് ടു നെക്ക് മസിൽസ് ആൻഡ് തൊറാസിക് ക്യാവിറ്റി. മെയിൻ നെർവ് ഒറിജിനേറ്റിംഗ് ഫ്രം ദ സെർവിക്കൽ പ്ലെക്സസ്. സെർവിക്കൽ പ്ലെക്സസിൽ നിന്നാണ് പ്രധാനപ്പെട്ട നെർവ് എന്ന് പറയുന്നത് ഫ്രീനിക് നെർവാണ്. ഇറ്റ്സ് സപ്ലൈയിങ് ടു വിച്ച് ഓർഗൻ? ദറ്റ് ഈസ് അവർ ഡയഫ്രം. റെസ്പിറേറ്ററി മസിൽ, റെസ്പിറേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മസിലായിട്ടുള്ള ഡയഫ്രത്തിലോട്ടാണ് ഈ ഫ്രീനിക് നെർവ് സപ്ലൈ ചെയ്തത്. സെർവിക്കൽ പ്ലെക്സസ് ഡിവൈഡ് ചെയ്തെങ്കിൽ ഫ്രീനിക് നെർവ് മാത്രമല്ല ഉള്ളത്, പക്ഷെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞതാണ് ഫ്രീനിക് നെർവ്. ആസ് എ ഫസ്റ്റ് ഇയർ നിങ്ങൾ ഈ ഇമ്പോർട്ടൻസ് അത് നിങ്ങൾക്ക് വേർഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഇനി ഇവിടെ ഇതൊരു അഡീഷണൽ ഇൻഫർമേഷൻ. നിങ്ങളിത് ഞാൻ ഒരിക്കലും കാണാതെ പഠിക്കണമെന്ന് ഞാൻ പറയില്ല, പക്ഷേ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാനിവിടെ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നിങ്ങൾ കേട്ടിരിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, നിങ്ങളിത് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ഞാൻ കാണാതെ പഠിക്കാൻ പറയുന്നില്ല, ഞാൻ പറഞ്ഞു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെർവ് ഫ്രീനിക് നെർവ് ആണെന്ന് പറഞ്ഞു. ബാക്കിയുള്ളത് പറ്റിയാൽ പഠിക്കുക, ഇല്ലെങ്കിൽ വിട്ടുകളയാം. ഇവിടെ നോക്കുക, ഇവിടെയാണ് നമ്മുടെ സെർവിക്കൽ നെർവ്സ് വരുന്നത്. C1 ഇവിടെയാണ്, C2 ഇവിടെയാണ്, C3 ഇതാണ്, C4 ഇതാണ്, C5 ഇതാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഈ യെല്ലോ കാണിച്ചിരിക്കുന്ന വരകൾ പോലെ വയറുകൾ പോലെ കാണുന്നില്ലേ, ഇതാണ് നമ്മുടെ പ്ലെക്സസിൻ്റെ കോമ്പിനേഷൻ. ഇവ തമ്മിൽ പരസ്പരം എല്ലാം കണക്റ്റഡ് ആണ് കേട്ടോ, എല്ലാം പരസ്പരം കണക്റ്റഡ് ആണ്.
ഓക്കെ, പരസ്പരം കണക്റ്റഡ്. കാരണം ഈ 1ഉം 2ഉം തമ്മിൽ കണക്റ്റഡ് ആണ്, 2ഉം 3ഉം കണക്റ്റഡ് ആണ്, 3 1ഉം കണക്റ്റഡ് ആണ്, അങ്ങനെ പരസ്പരം കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ സെർവിക്കൽ പ്ലക്സസ് ഇങ്ങനെ പരസ്പരം കണക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് വീണ്ടും ഫോം ചെയ്യുന്ന ഈ നെർവ്സുകൾ നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗം, നമ്മുടെ തലയുടെ കഴുത്തിൻ്റെയൊക്കെ ഈ ഭാഗത്ത് പല ഭാഗങ്ങളിലോട്ട് സപ്ലൈ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഏതൊക്കെ നെർവുകൾ, ഇവിടുത്തെ നെർവ്സ് നോക്കാം. ഫസ്റ്റ് വൺ, ഗ്രേറ്റ് ഓറിക്കുലാർ. ഗ്രേറ്റ് ഓറിക്കുലാർ, അതായത് ഇതാണ് ഈ നെർവ്, ഗ്രേറ്റ് ഓറിക്കുലാർ. ഈ നെർവാണ് കേട്ടോ, ഞാൻ ഈ വരയ്ക്കുന്ന ഈ നെർവാണ് ഗ്രേറ്റ് ഓറിക്കുലാർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ C2ഉം C2വിൽ നിന്ന് വരുന്ന ബ്രാഞ്ചും C3യും കൂടെ ഒരുമിച്ച് ഫോം ചെയ്യുന്നതാണ് ഈ ഗ്രേറ്റ് ഓറിക്കുലർ. നമ്മുടെ ചെവിയുടെ മുകൾ ഭാഗത്തിലോട്ട് പോകുന്നതാണ് കേട്ടോ ഗ്രേറ്റ് ഓറിക്കുലർ. നെക്കിനും ചെവിയുടെ മുകളിലോട്ട് പോകുന്ന പോസ്റ്റീരിയർ ആസ്പെക്ട് ഓഫ് ദ ഇയർ, ഓക്കെ, അതിൽ പോകുന്ന ഒരു നെർവാണ് ഗ്രേറ്റ് ഓറിക്കുലാർ നെർവ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത് ഈ ഒരു കോമ്പിനേഷനിൽ ഉണ്ടാകുന്ന രണ്ടാമത്തെ നെർവ് ഏതാണെന്ന് നോക്കാം. ഇത് ജസ്റ്റ് കാണാതെ പഠിക്കേണ്ട, ഞാൻ ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റിയാൽ നിങ്ങൾക്ക് ഓർത്തിരിക്കാം, അത്രയേ ഉള്ളൂ കേട്ടോ. രണ്ടാമത്തെ നെർവാണ് ലെസ്സർ ഒസിപിറ്റൽ. ലെസ്സർ ഒസിപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, ഇതാണ് ലെസ്സർ ഒസിപിറ്റൽ നെർവ് കേട്ടോ, ഇതാണ് കേട്ടോ. അതായത് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം ലെസ്സർ ഒസിപിറ്റൽ. നമ്മുടെ തലച്ചോറിൻ്റെ ബാക്ക് സൈഡ് റീജിയനാണ് നമ്മൾ എന്ത് പറയുന്നത്, ബ്രെയിനിൻ്റെ ബാക്ക് റീജിയനാണ് ഒസിപിറ്റൽ റീജിയൻ എന്ന് പറയുന്നത്. അങ്ങോട്ട് പോകുന്ന നെർവാണ് ഒസിപിറ്റൽ നെർവ്, അതായത് ലെസ്സർ ഒസിപിറ്റൽ നെർവ് എന്നാണ് അതിനെ വിളിക്കുന്നത്. C2വിൽ നിന്ന് മാത്രമായിട്ടുണ്ട്. C2വിൽ നിന്ന് രണ്ടാമത്തെ C2 ഈ ഒരു ബ്രാഞ്ചിൽ നിന്ന് മാത്രമായിട്ടുണ്ടാകുന്നതാണ് ഈ ഒരു ലെസ്സർ ഒസിപിറ്റൽ എന്ന് പറയുന്നത്. രണ്ടാമത്തെ നെർവാണ്. ഇത് നമ്മുടെ സെർവിക്കൽ പ്ലക്സസിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന ഒരു നെർവാണ്. ഇനി മൂന്നാമത്തെ നെർവ് സെർവിക്കൽ പ്ലക്സസിൽ നിന്ന് വരുന്ന അടുത്ത നെർവാണ് ട്രാൻസ്വേഴ്സ് സെർവിക്കൽ. ട്രാൻസ്വേഴ്സ് സെർവിക്കൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പോവുകയാണ്. ഇതാണ് ട്രാൻസ്വേഴ്സ് സെർവിക്കൽ. അത് കറക്റ്റായി ഇവിടെ കഴുത്തിൻ്റെ ഭാഗത്ത് ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ പോകുന്നത് അല്ലേ. അതെവിടെയാണ് പോകുന്നത്, നമ്മുടെ ആൻറ്റീരിയർ ട്രയാങ്കിൾ ഓഫ് ദ നെക്കിൻ്റെ ഫ്രണ്ട് സൈഡിൽ, ബാക്കല്ല ഫ്രണ്ട് സൈഡ് വരുന്ന നെർവാണ് ട്രാൻസ്വേഴ്സ് സെർവിക്കൽ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ C4ൽ നിന്നും C4ഉം C3യും C4നെ കൂടി കണക്ട് ചെയ്ത്, ഇത് C4 ആണ്, ഇത് C3 ആണ്. ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്തുണ്ടായ ഇതിൽ നിന്നുണ്ടായ നെർവാണ് ട്രാൻസ്വേഴ്സ് സെർവിക്കൽ നെർവ് എന്ന് പറയുന്നത്. ഇത് അടുത്തൊരു നെർവാണ്. ഇതൊന്നും അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഇല്ല. നിങ്ങളൊരു ഇൻഫർമേഷന് വേണ്ടി ഞാനിത് പറയുന്നതേ ഉള്ളൂ. കാരണം ഇനി ഇത് നിങ്ങൾ എടുത്ത് പഠിക്കേണ്ടി വരരുത്. അതുകൊണ്ടാണ് ഞാനിതിവിടെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത്. ഏതൊക്കെയാണ് ഇനി അടുത്തുള്ളതാണ് അൻസ സെർവിക്കാലിസ്. സെർവിക്കൽ പ്ലക്സസിൽ നിന്ന്, അതായത് ഞാൻ നെർവസ് സിസ്റ്റത്തിൻ്റെ ക്ലാസ് എടുത്ത സമയത്ത് അതിൽ പറയാതെ പോയ കാര്യമാണ് ഈ സ്പൈനൽ നെർവ്സ് എന്ന് പറയുന്നത് കേട്ടോ. ജസ്റ്റ് ചുരുക്കി പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട്, കാരണം ഏതെങ്കിലും ക്ലാസ്സുകളിലൊക്കെ നമുക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരണമല്ലോ നിങ്ങൾക്ക്. അതുകൊണ്ട് അടുത്തതാണ് അൻസ സെർവിക്കാലിസ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം അൻസ സെർവിക്കൽ, അതായത് ഇവിടെ ഇങ്ങനെ, ഇവിടെ നിന്നിങ്ങനെ, അടുത്ത് ഇവിടെ നിന്നിങ്ങനെ. C1 മുതൽ C4 വരെയുള്ള എല്ലാ നെർവ്സുകളും തമ്മിൽ പരസ്പരം കണക്റ്റഡ് ആണ് ഇവിടെ. ഈ നെർവുകളിൽ നിന്ന് ഫോം ചെയ്തിട്ടുള്ള നെർവുകളാണ് 5. ആ നെർവ് നമ്മുടെ ഈ ഒന്നാമത്തെ സെർവിക്കൽ നെർവ്സ് മുതൽ അഞ്ചാമത്തെ സെർവിക്കൽ നെർവ്സ് വരെ, നാലാമത്തെ സെർവിക്കൽ നെർവ്സ് വരെ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്ത് അതിൽ നിന്ന് ഫോം ചെയ്തിരിക്കുന്ന നെർവുകളാണ് എന്ത് പറയുന്നത്, അൻസ സെർവിക്കാലിസ് എന്ന് പറയുന്നത്. ഇത് എങ്ങോട്ട് സപ്ലൈ ചെയ്യുന്നു ചോദിച്ചാൽ നമ്മുടെ ലാരിഞ്ചൽ മസിൽസ്, ഇവിടെ നമ്മുടെ ഈ കഴുത്തിൻ്റെ ഫ്രണ്ടിൽ ഇവിടെ കാണാം അല്ലേ, ഈ ഒരു വ്യക്തിയുടെ കഴുത്തിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ഈ ലാരിഞ്ചൽ മസിൽസ് ഉണ്ട്, ഇതിലോട്ടാണ് ഈ ഒരു നെർവുകൾ സപ്ലൈ ചെയ്യുന്നത്. ഇതിനെ എന്താ പറയുന്നത്, അൻസ സെർവിക്കാലിസ് എന്നാണ്. ഇതും നമ്മുടെ സെർവിക്കൽ പ്ലക്സസിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന ഒരു നെർവാണ് കേട്ടോ, അൻസ സെർവിക്കാലിസ്. ഇനി അടുത്തതാണ് നമ്മുടെ പ്രധാനപ്പെട്ട നെർവ്, ഫ്രീനിക് നെർവ്. അതെവിടെ നിന്നാണ് ഫോം ചെയ്തത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഏതൊക്കെ നെർവ്സ് പ്ലക്സസിൻ്റെ ഏതൊക്കെ സെർവിക്കൽ നെർവ്സുകൾ ചേർന്നുള്ളതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കണം, അത് പഠിച്ചേക്കുക. അതായത് 1 2 3 3ൽ ഫ്രീനിക് നെർവ് എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ ഫ്രീനിക് നെർവ്. അതായത് C3 മുതൽ 3 നിന്ന് കണക്ഷൻ വരുന്നുണ്ട്, 4 നിന്ന് കണക്ഷൻ വരുന്നുണ്ട്, 5 നിന്ന് കണക്ഷൻ. ഇത് മൂന്നും കൂടെ ജോയിൻ ചെയ്ത് ഫോം ചെയ്ത് ഒരു നെർവാണ് ഫ്രീനിക് നെർവ്. അത് താഴോട്ട് പോകുന്നുണ്ട്. എങ്ങോട്ടാണ് പോകുന്നത്, നേരെ നമ്മുടെ ഡയഫ്രത്തിലോട്ടാണ് പോകുന്നത്. C3 മുതൽ C5 വരെയുള്ള നെർവുകൾ, സെർവിക്കൽ നെർവ്സ് കമ്പൈൻ ചെയ്ത് അതിൽ നിന്നുണ്ടായ ഒരു നെർവാണ് ഡയഫ്രത്തിലോട്ട് പോകുന്ന ഫ്രീനിക് നെർവ്. അത് ഇനി അടുത്ത സെർവിക്കൽ പ്ലക്സസിലുള്ള അതിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന മറ്റൊരു നെർവ് കൂടെയുണ്ട്, സുപ്രാക്ലാവിക്കുലാരിസ്. എന്താണ്, സുപ്രാക്ലാവിക്കുലാസ്. ഓക്കെ, സുപ്രാക്ലാവിക്കുലാസ് എന്ന് പറയുന്നത് C3യും C4ഉം
ഇതാ ഇവിടെ കാണാൻ നിങ്ങൾക്ക് പറ്റും. നിങ്ങൾക്ക് C3യും C4ഉം കൂടെ കമ്പൈൻ ചെയ്തിട്ടുണ്ടായി. C3യും C4ൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന ഈ നെർവ് ഇത് എന്ത് ചെയ്യുന്നു, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പലതായിട്ട് ഡിവൈഡ് ചെയ്ത് ക്ലാവിക്കിൾ, നമ്മുടെ ക്ലാവിക്കിൾ ബോണാണ് ഇവിടെ വരുന്നത്. നമ്മുടെ ബ്യൂട്ടി ബോൺ എന്നറിയപ്പെടുന്ന ക്ലാവിക്കിൾ ബോൺ അല്ലേ. അതും ഇപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ബ്യൂട്ടി ബോൺ എന്നറിയപ്പെടുന്നത് ഏത് ബോണാണ്? ക്ലാവിക്കിളിനെയാണ് ബ്യൂട്ടി ബോൺ എന്നറിയപ്പെടുന്നത്. അതിൻ്റെ ഭാഗത്തോട്ട് ക്ലാവിക്കിളിൻ്റെ അപ്പർ റീജിയനിലോട്ട് സപ്ലൈ ചെയ്യുന്ന നെർവാണ് സുപ്രാ ക്ലാവിക്കുലസ് എന്ന് പറയുന്നത്. ഇതും ഏത് പ്ലെക്സസിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തതാണ്? സെർവിക്കൽ പ്ലെക്സസിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തതാണ്. കുറച്ചൊരു ഐഡിയ കിട്ടിയോ? നിങ്ങൾക്ക് ഇത് മനസ്സിലായാൽ ബാക്കിയുള്ളത് പറയുമ്പോൾ ഈസി ആയിട്ട് മനസ്സിലാവും. ഒരുപാട് കാര്യമാണ്. 4 പ്ലെക്സസ് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഒരു പ്ലെക്സസ് ആണ് നമ്മളിവിടെ കുറച്ചെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്തത്. ഇത്രയും മനസ്സിലായോ? അതായത് ഒരു ഐഡിയ കിട്ടിയോ? ഇനി നിങ്ങൾ ഇത് ടെക്സ്റ്റ് ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകുമോ എന്നുള്ളത് നോക്കുക. കാരണം ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം, നിങ്ങളത് ഓർക്കുക. 1 വേർഡ് ക്വസ്റ്റ്യൻസ് വരുമ്പോഴാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് പഠിക്കാൻ പാട്. നമുക്ക് എല്ലാ ഏരിയയും നമുക്ക് തറവായിട്ട് അറിയാമെങ്കിൽ മാത്രമേ 1 വേർഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് എഴുതാൻ പറ്റുകയുള്ളൂ. ക്ലിയർ ആയോ ഇല്ലയോ? ഇത് ക്ലിയർ ആയെങ്കിൽ ഞാൻ അടുത്ത സെക്ഷനിലോട്ട് ബ്രേക്കിയൽ പ്ലെക്സസിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. പറയട്ടെ, ഇത് ബ്രേക്കിയൽ പ്ലെക്സസ് പറയട്ടെ. ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഓക്കെ, ബ്രേക്കിയൽ പ്ലെക്സസ് പറയാവേ. അപ്പം ഞാൻ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എക്സ്പെഷ്യലി ഫ്രീനിക് നെർവ് ഇച്ചിരി ടഫാണ്, എനിക്കറിയാം. നിങ്ങൾക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് അല്ല നെർവ്സ്, പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളത് പഠിച്ചിരിക്കണം. രണ്ടാമത്തെ പ്ലെക്സസ് നമ്മുടെ ആ പിക്ചറിൽ കണ്ടതുപോലെ 5ാമത്തെ സെർവിക്കൽ നെർവ്സ് കഴിഞ്ഞ് ആ ഒരു റീജിയൻ മുതൽ 5 മുതൽ T1 വരെ തൊറാസിക് നെർവ് 1 വരെയുള്ള നെർവ്സുകൾ ചേർന്നുണ്ടാവുന്ന പ്ലെക്സസ് ആണ് ബ്രേക്കിയൽ പ്ലെക്സസ് എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? ബ്രേക്കിയൽ പ്ലെക്സസ് എന്ന് പറയുന്നത്. ഓക്കെ, ബ്രേക്കിയൽ പ്ലെക്സസ് ഇന്നർവേറ്റ് പെക്ടോറൽ ഗിർഡിൽ ആൻഡ് അപ്പർ ലിംബ്. എന്താണ് പെക്ടോറൽ ഗിർഡിൽ ആൻഡ് പെൽവിക് ഗിർഡിൽ എന്ന് പറയുന്നത്? പെക്ടറൽ ഗിർഡിൽ എന്ന് പറയുന്നത് നമ്മുടെ 2 ഷോൾഡറും ഇവ തമ്മിൽ ജോയിൻ ഇവിടെ ഈ ഭാഗത്തുള്ള ബോണുകളെയും ചേർത്തിട്ടാണ് നമ്മൾ പെക്ടോറൽ ഗിർഡിൽ എന്ന് പറയുന്നത്. നമ്മുടെ ഹിപ്പും നമ്മുടെ ലോവർ ലിംബിൻ്റെ മുകളിലുള്ള ഭാഗം, അതായത് നമ്മുടെ ഹിപ്പിൻ്റെ ഭാഗം, നമ്മുടെ ഈ ഒരു ജോയിൻറ്റ്, ഹിപ്പിൻ്റെ ഒരു ജോയിൻറ്റ്, പെൽവിക് ബോൺ എല്ലാം കൂടി ചേർത്തിട്ടാണ് പെക്ടോറൽ ഗിർഡിൽ എന്ന് പറയുന്നത്. ഓക്കെ, പെൽവിക് ഗിർഡിൽ എന്ന് പറയുന്നത്. മുകളിലുള്ളത് പെക്ടോറൽ ഗിർഡിൽ. നിങ്ങൾ സ്കെലിറ്റൽ സിസ്റ്റം പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളവിടെ പഠിച്ചിട്ടുണ്ടാവും. ഇവിടെ പെക്ടോറൽ ഗിർഡിൽ, ഹിപ്പ്, പെൽവിക് ഗിർഡിൽ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം ഇതിൽ പെക്ടോറൽ ഗിർഡിൽ, അതായത് നമ്മുടെ 2 കൈകളിലോട്ടും ഈ തോളിലും നമ്മുടെ ഷോൾഡറിലും 2 കൈകളിലോട്ടും നെർവ്സ് സപ്ലൈ ചെയ്യുന്നത് ആരാണ്? ബ്രേക്കിയൽ പ്ലെക്സസിൽ നിന്നാണ്. അപ്പോൾ ബ്രേക്കിയൽ പ്ലെക്സസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്നാണ് നമുക്ക് റീസെൻ്റ് ആയിട്ട് നടന്ന എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഓക്കെ, ഏതൊക്കെ നെർവ്സുകളാണ് നമ്മുടെ സ്പൈനൽ നെർവ്സ് ഏതൊക്കെയാണ് വരുന്നത്? അവിടെ C5 മുതൽ T1 വരെയാണ് വരുന്നത്. C5 എന്താണെന്ന് മനസ്സിലായല്ലോ. സെർവിക്കൽ 5ഉം സെർവിക്കൽ 6ഉം സെർവിക്കൽ 7ഉം സെർവിക്കൽ 8ഉം പിന്നെ T1ഉം ചേർന്നിട്ടാണ് ഈ ബ്രേക്കിയൽ പ്ലെക്സസ് ഫോം ചെയ്തിരിക്കുന്നത്. ബ്രേക്കിയൽ പ്ലെക്സസ് ക്യാൻ ഓൾസോ ഹാവ് ഫൈബേഴ്സ് ഫ്രം C4. ചിലപ്പോൾ അതിൽ ചെറിയതായിട്ട് നമുക്ക് ഈ C5ന് തൊട്ട് മുന്നേയുള്ള C4ഉമായിട്ടും ചിലപ്പോൾ കണക്ഷൻ ഉണ്ടാകും. ഈ T1 കഴിഞ്ഞ് തൊട്ടടുത്തുള്ള T2ലും ഇതുമായിട്ടും ചിലപ്പോൾ ചെറിയ ഫൈബേഴ്സിൻ്റെ ചെറിയ കണക്ഷൻസ് ഉണ്ടാകാറുണ്ട്. കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല C5ൽ നിന്നാണ് ഇത് കണക്ട് സ്റ്റാർട്ട് ചെയ്തത്. ചിലപ്പോൾ C4ൽ നിന്നോ അല്ലെങ്കിൽ T1 കഴിഞ്ഞിട്ട് T2യിലോ ഒക്കെ ചെറുതായിട്ട് ചെറിയ ഫൈബേഴ്സ് ഉണ്ട്. കാരണം ഇതേ നെർവ്സ് എന്ന് പറയുന്നത് എല്ലാം പരസ്പരം കണക്റ്റഡ് ആണല്ലോ, അല്ലേ? ഇനി the nerves that form these plexus originate from trunks and cord. ഓക്കെ, ട്രങ്ക്സ് ആൻഡ് കോഡ്, ആ ഒരു വേർഡ് ഓർത്തിരിക്കുക. നമ്മുടെ സ്പൈനൽ കോഡ് ഇങ്ങനെയുണ്ട്. സ്പൈനൽ കോഡിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന ഭാഗം അതിനെയാണ് നമ്മൾ അവിടെ ട്രങ്ക്സ്, ഇവിടെ വെൻട്രൽ റാമി എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് അത് ഞാൻ ആ പിക്ചർ കാണിച്ചു തരുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും നിങ്ങൾക്ക്. അതിൻ്റെ മെയിൻ ബ്രാഞ്ചസ് അതിനെയാണ് നമ്മൾ ട്രങ്ക്സ് എന്ന് പറയുന്നത്. അത് പിന്നീട് ഡിവൈഡ് ചെയ്തിട്ടാണ് കോഡുകൾ എന്ന് പറഞ്ഞ് ഫോം ചെയ്യുന്നത്. അത് പിന്നെ ഡിവൈഡ് ചെയ്തിട്ടാണ് നെർവ്സ്, ചെറിയ നെർവ്സ് ആയി മാറുന്നത്. അത് ഞാൻ പിക്ചർ കാണിച്ച് പറഞ്ഞു തരുമ്പോൾ ക്ലിയർ ആവും. ട്രങ്ക്സ് ആർ ലാർജ് ബണ്ടിൽ ഓഫ് ആക്സോൺ ഫ്രം സെവറൽ സ്പൈനൽ നെർവ്സ്. ഓക്കെ, നമ്മുടെ സ്പൈനൽ കോഡിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന ലാർജ് ബണ്ടിൽ ഓഫ് ആക്സോൺ, നെർവിൻ്റെ ആക്സോൺ അറിയാലോ, നെർവിൻ്റെ സ്ട്രക്ചർ അറിയാലോ, ന്യൂറോണിൻ്റെ സ്ട്രക്ചർ അറിയാലോ, ആക്സോൺ, അതിൻ്റെ ലാർജ് പോർഷൻ, നല്ല തിക്കായിട്ടുള്ള ലാർജ് പോർഷൻ, അതിനെയാണ് നമ്മൾ ട്രങ്ക്സ് എന്ന് പറയുന്നത്. അതിൽ നിന്നുണ്ടാകുന്ന ചെറിയ ബ്രാഞ്ചസിനെ നമ്മൾ എന്ത് പറയുന്നു? കോഡ്. നമ്മുടെ ക്വസ്റ്റ്യൻ അതായിരുന്നു, ഏത് കോഡിൽ നിന്ന്, ബ്രേക്കിയൽ പ്ലെക്സസിൻ്റെ ഏത് കോഡിൽ നിന്നാണ്
ആക്സിലറി നെർവ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയ ബ്രാഞ്ചാണ് കോഡ് എന്ന് പറയുന്നത്. ഇതിന് ഈ കോഡുകൾക്ക് അതിൻ്റെ ലൊക്കേഷൻ അനുസരിച്ച് ഓരോ കോഡുകളും ഓരോ ചെറിയ ബ്രാഞ്ചസും എങ്ങോട്ടാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനനുസരിച്ച് അതിന് ഓരോ പേരുകൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലൊക്കേഷൻ അനുസരിച്ച് ആക്സിലറി ആർട്ടറി, ഇവിടെ നമ്മുടെ ഈ ഒരു ആക്സിലർ റീജിയൻ്റെ അവിടെ ആക്സിലറി ആർട്ടറി ഉണ്ട്. ആക്സിലറി ആർട്ടറി എന്ന് വെച്ചാൽ ബ്ലഡ് വെസൽ സപ്ലൈയിങ് ബ്ലഡ് ടു ആക്സിലർ റീജിയൻ, അതിനാണ് ആക്സിലറി ആർട്ടറി എന്ന് പറയുന്നത്. അപ്പർ ലിംബിലോട്ട് ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന ആർട്ടറിയാണ് ആക്സിലറി ആർട്ടറി എന്ന് പറയുന്നത്. അതിനെയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ കോഡുകൾക്ക് ട്രങ്കിൽ നിന്നുണ്ടാകുന്ന ഈ മെയിൻ കോഡ് ബ്രാഞ്ചസിന് ഓരോരുത്തരും പേര് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ പേരുകളാണുള്ളത്? സുപ്പീരിയർ കോഡ്, മിഡിൽ കോഡ്, ഇൻഫീരിയർ കോഡ്. അതിൻ്റെ ട്രങ്ക്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് പേര് പറയുന്നത്? സുപ്പീരിയർ, മിഡിൽ, ഇൻഫീരിയർ. അതിൽ നിന്നുണ്ടാകുന്ന കോഡുകൾക്ക് ലാറ്ററൽ, മീഡിയൽ, പോസ്റ്റീരിയർ എന്നിങ്ങനെ കോഡിന് പേര് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പിക്ചർ നിങ്ങൾ നോക്കിയാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇത് നമ്മുടെ വെർട്ടിബ്രൽ കോളമാണ്. ഇവിടെ വെർട്ടിബ്രൽ കോളത്തിനകത്ത് എന്തുണ്ട്? സ്പൈനൽ കോഡ് ഉണ്ട്. അതിൽ നിന്ന് സ്പൈനൽ നെർവ്സ് ഒറിജിനേറ്റ് ചെയ്യുന്നു. C5, C6, C7, C8, T1 ഒറിജിനേറ്റ് ചെയ്യുന്നു. ഇതെന്താണ്? നമ്മുടെ വെൻട്രൽ റാമി ഓഫ് റൂട്ട് അല്ലെങ്കിൽ റൂട്ട് നെർവ്സ്, സ്പൈനൽ നെർവ്സിൻ്റെ റൂട്ട് എന്നാണ് പറയുന്നത്. ഇത് പിന്നെ ജോയിൻ ചെയ്ത് ഇവിടെ എന്ത് ചെയ്യുന്നു? നല്ല തിക്കായിട്ടുള്ള ആക്സോൺ ആയിട്ട് മാറുന്നു. ഇതിനെയാണ് നമ്മൾ ട്രങ്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? സുപ്പീരിയർ ട്രങ്ക്, മിഡിൽ ട്രങ്ക്, ഇൻഫീരിയർ ട്രങ്ക് എന്നിങ്ങനെ 3 ട്രങ്കുകളായി മാറുന്നു. ആ ട്രങ്കുകൾ പിന്നെ അതെന്ത് ചെയ്യുന്നു? ഡിവിഷൻ സംഭവിച്ച് പരസ്പരം ജോയിൻ ചെയ്യുന്നു, പിന്നെ വീണ്ടും ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ 3 മെയിൻ ബ്രാഞ്ചസ് ആയി മാറുന്നു. അതിനെയാണ് നമ്മൾ കോഡ് എന്താണ് പറയുന്നത്? കോഡ്സ്. അത് ഏതൊക്കെയാണ്? 3 കോഡുകളുള്ളത്. ലാറ്ററൽ, പോസ്റ്റീരിയർ, മീഡിയൽ. ലാറ്ററൽ, പോസ്റ്റീരിയർ, മീഡിയൽ. ലാറ്ററൽ, പോസ്റ്റീരിയർ, മീഡിയൽ. ഓക്കെ, ഇങ്ങനെ 3 കോഡുകളായി മാറുന്നു. ഈ 3 കോഡുകളിൽ നിന്നാണ് പലതരത്തിലുള്ള നെർവുകൾ, മസ്കുലോ ക്യൂട്ടേനിയസ്, മീഡിയൻ നെർവ്, അൾനാർ നെർവ്, റേഡിയൽ നെർവ്, അങ്ങനെ പല ചെറിയ നെർവുകളായിട്ട് ഡിവൈഡ് ചെയ്ത് നമ്മുടെ തോളിലും നമ്മുടെ ഷോൾഡറിലും നമ്മുടെ കൈകളിലോട്ടും പോകും. നമ്മുടെ കയ്യിലുള്ള നെർവുകൾ നിങ്ങൾക്കറിയാലോ. ഏതൊക്കെയാണ് നമുക്കുള്ള? റേഡിയൽ നെർവ് ഉണ്ട്, അൾനാർ നെർവ് ഉണ്ട്, മീഡിയൻ നെർവ് ഉണ്ട്, പിന്നെ മസ്കുലോ ക്യൂട്ടേനിയസ് നെർവും ഉണ്ട്. നമ്മുടെ ഈ കയ്യിൽ മുഴുവനായിട്ട് സപ്ലൈ ചെയ്യുന്ന നെർവുകൾ ഈ 4 എണ്ണമാണ് പ്രധാനമായിട്ട്. വേറെയും നെർവുകൾ ഈ ഒരു ബ്രേക്കിയൽ പ്ലെക്സസിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കയ്യിൽ പ്രധാനമായിട്ട് നമ്മൾ പഠിക്കാനുള്ള നെർവുകളിലുള്ളതാണ് ഇതൊക്കെ. പിന്നെ അതിൽ കൂടെയാണ് ആക്സിലറി നെർവും പഠിക്കുന്നത്. ഈ പിക്ചർ നിങ്ങൾക്ക് മനസ്സിലായോ? കോഡ് എന്താണ്, ട്രങ്ക് എന്താണെന്ന്? സ്പൈനൽ നെർവ്സ് പരസ്പരം ജോയിൻ ചെയ്ത് തിക്കായിട്ട് മാറുന്നു, അതിനെ ട്രങ്ക് എന്ന് വിളിക്കുന്നു. അവ വീണ്ടും ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ അതിനെ കോഡ് എന്ന് വിളിക്കുന്നു. ആ കോഡിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഓരോ കോഡുകളും തമ്മിൽ അല്ലെങ്കിൽ ആ പരസ്പരം കോഡുകൾ മിക്സ് ചെയ്താണ് പുതിയ നെർവുകൾ ഒറിജിനേറ്റ് ചെയ്യുകയും നമ്മുടെ അപ്പർ ലിംബിലും ഷോൾഡറിലും സ്കെപ്യുലാർ റീജിയനിലും അപ്പർ ലിംബിലോട്ടും ഒക്കെ ഈ നെർവ്സ് സപ്ലൈ ചെയ്യുന്ന നമ്മുടെ ബ്രേക്കിയൽ പ്ലെക്സസിൽ നിന്ന് നെർവ്സ് സപ്ലൈ ചെയ്യുന്നത്. ക്ലിയർ ആയോ? അപ്പം ഞാൻ ഇനി സ്പൈനൽ നെർവ്സിന് പഠിപ്പിക്കുമ്പോൾ നമ്മുടെ ബ്രേക്കിയൽ പ്ലെക്സസ് ഒന്നും ഇനി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുക്കത്തില്ല. അതുകൊണ്ടാണ് ഡീറ്റെയിൽ ഇവിടെ തന്നെ പറഞ്ഞത്, വീണ്ടും എടുക്കേണ്ട കാര്യമില്ല. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള കാര്യം നമ്മൾ ഇവിടെ ആൻസറിൽ എത്താൻ പോവുകയാണ്. ഇതിൽ നമ്മൾ 3 കോഡുകൾ പറഞ്ഞു. ഏതൊക്കെ കോഡുണ്ട്? ലാറ്ററൽ, മീഡിയൽ, പോസ്റ്റീരിയർ. ഇനി ഇതിൽ പ്രധാനമായിട്ട് ഓർക്കുക, നോട്ട് ചെയ്യുക. ലാറ്ററൽ കോഡ് ഫോംസ് ദ മസ്കുലോ ക്യൂട്ടേനിയസ് നെർവ്. ഓക്കെ, നമ്മുടെ തൊട്ട് മുൻപേ കണ്ടതിൽ മസ്കുലോ ക്യൂട്ടേനിയസ് എന്നുള്ള നെർവ്, അതായത് നമ്മുടെ അപ്പർ ലിംബിൻ്റെ അപ്പർ പോർഷൻ, ഈ ഒരു പോർഷനിൽ സപ്ലൈ ചെയ്യുന്ന മസിലിലോട്ട് സപ്ലൈ ചെയ്യുന്ന നെർവാണ് മസ്കുലോ ക്യൂട്ടേനിയസ് നെർവ്. ഇത് നമ്മുടെ ഏത് കോഡിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്? ലാറ്ററൽ കോഡിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത് ആൻഡ് ടുഗദർ വിത്ത് മീഡിയൽ കോഡ് കോൺട്രിബ്യൂട്ട്സ്. ഇനി ഈ ലാറ്ററൽ കോഡും നമ്മുടെ മീഡിയൽ കോഡും കൂടി മിക്സ് ചെയ്തിട്ട് ഒരുമിച്ച് ഈ പിക്ചറിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ നമ്മുടെ ഇതാണ് ലാറ്ററൽ കോഡ്. ലാറ്ററൽ കോഡിൽ നിന്ന് മാത്രമായിട്ട് ഫോം ചെയ്യുന്ന നെർവാണ് മസ്കുലോ ക്യൂട്ടേനിയസ്. ഇനി ലാറ്ററൽ കോഡിൽ നിന്നൊരു ബ്രാഞ്ചും മീഡിയൽ കോഡ്, ഇതാണ് മീഡിയൽ കോഡ്. ഈ മീഡിയൽ കോഡിൽ നിന്നുള്ള ഒരു ബ്രാഞ്ചും കൂടി രണ്ടും കൂടി ഒരുമിച്ച് ചേർന്നുണ്ടാവുന്ന നെർവാണ് മീഡിയൻ നെർവ്. ക്ലിയർ ആയോ? മീഡിയൻ നെർവ്. ഇനി നമ്മുടെ പോസ്റ്റീരിയർ കോഡിൽ നിന്നുണ്ടാകുന്നതാണ്. ഇവിടെ പോസ്റ്റീരിയർ കോഡിൽ നിന്ന് ഉണ്ടാകുന്നതാണ്
ഇവിടെ നമ്മുടെ അത് പിന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അൾനാർ നെർവ് എന്നും റേഡിയൽ നെർവ് എന്നും പറയുന്നത്. ക്ലിയർ ആയോ? ഓരോ നെർവും ഏതൊക്കെ കോഡിൽ നിന്നാണ് വരുന്നത്? മസ്കുലോ ക്യൂട്ടേനിയസ് ലാറ്ററൽ കോഡിൽ നിന്നും, മീഡിയൻ നെർവ് എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? ലാറ്ററലും മീഡിയനും കോഡ്, ലാറ്ററലും മീഡിയൻ കോഡും രണ്ടും കൂടെ മിക്സ് ചെയ്തുണ്ടാകുന്നതാണ് മീഡിയൻ നെർവ്. അടുത്ത് നമ്മുടെ പോസ്റ്റീരിയർ കോഡ് എന്ത് ചെയ്യുന്നു? അത് ഡിവൈഡ് ചെയ്ത് അതിൽ നിന്ന് ചെറിയൊരു ബ്രാഞ്ച് ഇവിടെ ഒറിജിനേറ്റ് ചെയ്യുന്നുണ്ട്. വേറെയും 2-3 ബ്രാഞ്ചസ് ഒറിജിനേറ്റ് ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് നമ്മുടെ ആക്സിലറി നെർവ് എന്ന് പറയുന്നത് കേട്ടോ. അത് ഇവിടെയാണ്, ഈ ഒരു അപ്പർ പോർഷനിൽ തന്നെ ഡിവൈഡ് ചെയ്യുന്നതാണ് ആക്സിലറി നെർവ്. നമ്മുടെ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ആക്സിലറി നെർവ് എന്ന് പറയുന്നത് ഏത് കോഡിൽ നിന്ന് ഫോം ചെയ്യുന്ന ഏത് കോഡാണിത്? ഇത് പോസ്റ്റീരിയർ കോഡാണ്. പോസ്റ്റീരിയർ കോഡിൽ നിന്നാണ് ആക്സിലറി നെർവ് ഫോം ചെയ്യുന്നത്. ഇതേ ആക്സിലറി കോഡ് തന്നെ ഡിവൈഡ് ചെയ്തിട്ടാണ് എന്തൊക്കെ ഉണ്ടാകുന്നത്? അൾനാർ നെർവും റേഡിയൽ നെർവും ഉണ്ടാകുന്നത്. ലാറ്ററൽ കോഡിൽ നിന്ന് മാത്രമായിട്ടുണ്ടാകുന്നതാണ് മസ്കുലോ ക്യൂട്ടേനിയസ് നെർവ്. മീഡിയൻ നെർവ് എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? ലാറ്ററലും ഈ മീഡിയലും തമ്മിൽ കമ്പൈൻ ചെയ്തുണ്ടാകുന്നതാണ് മീഡിയൻ നെർവ്. ഇതല്ലാതെ ഇവ കൂടാതെ ഇപ്പം ഇവിടെ പറയാത്ത കുറേ നെർവുകൾ ഈ പ്ലെക്സസിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നുണ്ട്. അവയാണ് ഈ കളറായിട്ട് നമ്മൾ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ ചാർട്ടിനകത്ത് നിങ്ങൾ കാണുന്നത്. അത് നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ചു നോക്കാം. നിങ്ങൾ വായിക്കുമോ എന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് ഇവിടെ നോക്കാം. C5 ഡോർസൽസ്, ഈ പിക്ചർ മാത്രം നോക്കി പഠിച്ചാൽ മതി. ഇവിടെ നമ്മുടെ C5ന്റെ ഈ ഭാഗത്ത് നിന്ന് വരുന്ന ഈ നെർവാണ് ഡോർസൽ സ്കെപ്യൂലാർ നെർവ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ സുപ്പീരിയർ ട്രങ്കിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന ഒരു നെർവാണ് നെർവ് ടു സബ്ക്ലേവിയസ്. അടുത്ത സുപ്പീരിയർ ട്രങ്ക് കഴിഞ്ഞിട്ട് സുപ്പീരിയർ ട്രങ്കിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന വേറൊരു നെർവാണ് സുപ്രാസ്കെപ്യൂലാർ. ഇതൊന്നും ചോദിക്കാൻ ചാൻസ് ഇല്ല, അതുകൊണ്ട് ഞാൻ അത്ര പറയുന്നില്ല എന്ന് കേട്ടോ. അത്രയും അതുകൊണ്ട് പറയുന്നില്ല. ഇവിടെ നമ്മുടെ ആക്സിലറിയും ഈ 4 നെർവുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെ കോഡുകളിൽ നിന്നും ഫോം ചെയ്യുന്നു എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ അത് ക്ലിയർ ആയിട്ട് എടുത്ത് പറഞ്ഞത്. പിന്നെ അടുത്തതാണ് ഇവിടെ നിങ്ങൾക്ക് കാണാം, ഈ ഒരു 3 കോഡുകളെയും തമ്മിൽ പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്ന ഒരു യെല്ലോ കളർ നെർവ് കാണുന്നുണ്ടോ? അതിൽ നിന്നുണ്ടാകുന്നത് 2 നെർവുകളുണ്ട്. പെക്ടോറൽ നെർവ്, പെക്ട്രാലിസ് മസിലോട്ട് പോകുന്ന പെക്ടോറൽ, നമ്മുടെ ഈ ഒരു ബ്രസ്റ്റിന് മുകളിലോട്ട് വരുന്നതാണ് പെക്ട്രാലിസ് മസിൽ എന്ന് പറയും കേട്ടോ. പെക്ടോറൽ നെർവ് എന്ന് പറയും. അത് 2 നെർവുണ്ട്, മീഡിയൽ നെർവുണ്ട്, ലാറ്ററൽ നെർവുണ്ട്. അങ്ങനെ പെക്ടോറൽ നെർവ് അത് നമ്മുടെ എന്താണ്, നമ്മുടെ 3 കോഡിനെയും പരസ്പരം കണക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ഒരു ലാറ്ററലും മീഡിയലും പോസ്റ്റീരിയർ 3ഉം കൂടെ കണക്ട് ചെയ്തുകൊണ്ട് വരുന്ന ഒരു നെർവാണ് കേട്ടോ. അതിലുണ്ടാവുന്നതാണ് പെക്ടോറൽ നെർവ്. പിന്നെ അതിൻ്റെ അടുത്തുള്ളതാണ് ഇവിടെ നമ്മുടെ പോസ്റ്റീരിയർ കോഡിൽ നിന്നുണ്ടാകുന്ന മറ്റൊരു നെർവ്. ഇവിടെ ആക്സിലറി ഉണ്ടായതുപോലെ ഇവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന മറ്റൊരു നെർവാണ് സബ് സ്കെപ്യൂലാർ നെർവ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ അതിൽ നിന്ന് തന്നെ മീഡിയയിൽ നിന്ന് തന്നെ പോസ്റ്റീരിയറിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന മറ്റൊരു നെർവാണ് ഏതാണ്? നമ്മുടെ തൊറാക്കോ ഡോർസൽ, ലാറ്റിസ്മസ് ഡോർസൽ മസിൽസിൻ്റെ പേരുകളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ഈ പേരുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ലാറ്റിസ്മസ് ഡോർസി മസിൽസ്. പിന്നെ നമ്മുടെ ആക്സിലറി നെർവ് പോസ്റ്റീരിയർ കോഡിൽ നിന്നുണ്ടായതാണ് ആക്സിലറി നെർവ്. നമ്മുടെ ഡെൽറ്റോയിഡ് മസിൽസിലും ടെറിസ് മൈനർ മസിൽസ്, നമ്മുടെ ഷോൾഡറിൽ പഠിക്കുമ്പോൾ അവിടെ പറയും ടെറിസ് മേജറും ടെറിസ് മൈനർ മസിൽസ്. അപ്പോൾ അവിടെ ആ മസിൽസിലോട്ട് സപ്ലൈ ചെയ്യുന്ന ആക്സിലറി നെർവും നമ്മുടെ ഈ പോസ്റ്റീരിയർ കോഡിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തതാണ്. പിന്നെ ഉള്ളതാണ് നമ്മുടെ ഈ ഒരു മീഡിയൽ കോഡിൽ നിന്ന് തന്നെ ഈ സൈഡിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തൊരു നെർവാണ് മീഡിയൽ ആൻറ്റിബ്രേക്കിയൽ ക്യൂട്ടേനിയസ്. ഇതെല്ലാം മറ്റു നെർവുകളാണ്. പക്ഷേ അത് നെഗ്ലക്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ അങ്ങനെ ഞാൻ ഒരിക്കലും പറയത്തില്ല. കാരണം ആ സെക്ഷനിൽ നിന്ന് നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ കുട്ടികൾ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത് നമ്മുടെ ഈ 4 നെർവുകളായിരുന്നു. നമ്മൾ ഏതൊക്കെ? മസ്കുലോ ക്യൂട്ടേനിയസ്, മീഡിയൻ നെർവ്, അൾനാർ നെർവ്, റേഡിയൽ. ഈ 4 എണ്ണമായിരുന്നു കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യന് ചോദിച്ചത് ഏതാ? ആക്സിലറി ആയിരുന്നു. അത് ഏത് കോഡിൽ നിന്നാണ് ചോദിച്ചത്? സാധാരണ കുട്ടികൾ ഈ കോഡുകളൊന്നും പഠിക്കാറേ ഇല്ല. പക്ഷേ അത് ഏത് പ്ലെക്സസ് എന്നല്ല ചോദിച്ചത്, അത് ഏത് കോഡിൽ നിന്നാണ് ചോദിച്ചത്. അതുകൊണ്ട് ഞാൻ ദയവേത് നിങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ വിശദമായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഈ രീതിയിലാണ് പഠിക്കേണ്ടത്. ഏതൊക്കെ നെർവുകൾ ഏതൊക്കെ കോഡിൽ നിന്ന് ഏത് പ്ലെക്സസിൽ വരുന്നു എന്നുള്ള ഒരു ഐഡിയ ഉണ്ടാവണം. 1-2 പ്രാവശ്യം നിങ്ങളിത് വായിച്ചാൽ, എനിക്കറിയാം ഇത് ടഫാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം ഞാൻ ഇനി ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ ആ സമയത്ത് ഒന്നുകൂടെ ഒന്ന് ഞാൻ പറയാം, അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ക്ലിയർ ആകും. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രേക്കിയൽ പ്ലെക്സസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ നെർവുകൾ കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ബാക്കി നമ്മൾ 4 നെർവ്സ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞില്ല. ആ നെർവുകൾ നമ്മുടെ കൈയിൻ്റെ ഏതൊക്കെ മസിലുകളിലോട്ട് ഏതൊക്കെ ഭാഗങ്ങളിലോട്ട് സപ്ലൈ ചെയ്യുന്നു എന്നുള്ള ചാർട്ടാണിത്. നിങ്ങൾക്കിത് വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് വെച്ച് വായിച്ചു നോക്കാം, പ്രശ്നമില്ല കേട്ടോ. പോസ് ചെയ്ത് വെച്ച് വായിച്ചു നോക്കാം.
ഇനി അടുത്ത ഒരു കണ്ടീഷനാണ് പറയുന്നത്. ഒരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചിലപ്പോൾ സാധാരണ നമ്മുടെ അനാട്ടമി ക്വസ്റ്റ്യൻസ് പേപ്പറിൽ വരാറുള്ളതാണ്. നമ്മൾ പറഞ്ഞു നമ്മുടെ കയ്യിലോട്ട് വരുന്ന നെർവ്സുകളാണ് അൾനാർ നെർവ്സ്, മീഡിയൽ നെർവ്സ്, റേഡിയൽ നെർവ്സ്. ഇത് മൂന്നും നമ്മുടെ ഷോൾഡറിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത് അവിടെ നിന്ന് ഡിവൈഡ് ചെയ്ത് നമ്മുടെ കയ്യിൻ്റെ ഈ വിരൽ തുമ്പുകൾ വരെ സപ്ലൈ ചെയ്യുന്നു. നമ്മുടെ കയ്യിൻ്റെ ഈ ഭാഗത്ത് സപ്ലൈ ചെയ്യുന്നത് റേഡിയൽ നെർവാണ്. നമ്മുടെ കയ്യിൻ്റെ ഈ ഭാഗത്തും പുറം വശത്ത് ഈ ഭാഗത്തും അകം വശത്ത് ഈ ഒരു ഭാഗത്ത് സപ്ലൈ ചെയ്യുന്ന റേഡിയൽ നെർവും, ഈ ഒരു സെൻറ്റർ തമ്പ് മുതൽ ഈ ഒരു 3 ഫിംഗറിൻ്റെ ഇങ്ങനെ സപ്ലൈ ചെയ്യുന്ന അൾനാർ നെർവും, പിന്നെ നമ്മുടെ കൈയിൻ്റെ ഈ അൾനാർ നെർവ്സ് അല്ല മീഡിയൽ നെർവും, പിന്നെ കൈയിൻ്റെ ഇങ്ങേ അറ്റത്ത് സപ്ലൈ ചെയ്യുന്നത് അൾനാർ നെർവ്സ്. അങ്ങനെ ഈ 3 നെർവുകളും കൂടിയാണ് നമ്മുടെ കൈപ്പത്തി മുഴുവനായിട്ട് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, ഇഫ് എനി ഡാമേജ് ടു ദീസ് നെർവ്സ്, ഈ 3 നെർവുകളിൽ എന്തെങ്കിലും ഫങ്ഷണൽ പ്രോബ്ലം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് കാർപ്പൽ ടണൽ സിൻഡ്രോം, നിങ്ങൾ ഗൂഗിളിൽ അടിച്ച് നോക്കിയാൽ മതി, കാർപ്പൽ ടണൽ സിൻഡ്രോം. നമുക്കിങ്ങനെ കൈ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയി വയ്ക്കാൻ പറ്റില്ല. നമ്മളിങ്ങനെ ആ ഒരു നെർവിന് കംപ്രഷൻ വന്നാൽ, ബലം വന്നു കഴിഞ്ഞാൽ ആ കൈ പിന്നെ നിവർത്തി വെക്കാൻ പറ്റത്തില്ല. ഇതിങ്ങനെ ആയിപ്പോവും. ഇങ്ങനെ ആയിപ്പോവും. ഇതാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? നമ്മൾ ഈ പറഞ്ഞ ബ്രേക്കിയൽ പ്ലെക്സസ് എന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന ബ്രേക്കിയൽ പ്ലെക്സസ് എന്ന് ഒറിജിനേറ്റിന് ഈ 3 നെർവുകൾക്ക് ഡാമേജുകൾ ഉണ്ടാകും. അതിൽ ഒന്നിലധികമോ നെർവുകൾക്ക് ഡാമേജ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഡിസീസ് വരുന്നത്. ഏതാണത്? കാർപ്പൽ ടണൽ സിൻഡ്രോം ഉണ്ടാകുന്നത്. ക്ലിയർ ആയോ? ഇനി അടുത്തുള്ള നെർവാണ്, പ്ലെക്സാണ്, ലംബാർ പ്ലെക്സസും സാക്രൽ പ്ലെക്സസും. അപ്പോൾ ആക്ച്വലി ഞാൻ 1 അവർ എടുക്കണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓക്കെ ആണല്ലോ? കാണുന്ന കുട്ടികൾ എന്തായാലും കാണുക. ബാക്കിയുള്ളവർക്ക് വേണമെങ്കിൽ ആവശ്യത്തിനുള്ള സമയത്ത് ഉള്ളപ്പോൾ നിങ്ങൾ കാണട്ടെ. അപ്പോൾ ഇതിൽ നമുക്ക് ലംബാർ പ്ലെക്സസ് ആദ്യം നോക്കാം. നമ്മുടെ ആദ്യത്തെ പിക്ചറിൽ കണ്ടതുപോലെ ലംബാർ പ്ലെക്സസ് ഓർമ്മ വരുന്നുണ്ടോ? ഈ ഭാഗത്ത് നമ്മുടെ ഈ ഒരു T12 മുതൽ L4 വരെയുള്ള നെർവ്സ് ഒരുമിച്ച് ചേർന്നിട്ടാണ്. വോളിയം ഇല്ലയോ? വോളിയം കിട്ടുന്നില്ലേ? സൗണ്ട് കിട്ടുന്നില്ലേ? സൗണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, കുഴപ്പം വരാൻ ചാൻസ് ഇല്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ഇടുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ലംബാർ പ്ലെക്സസിൽ നിന്ന് ഏതൊക്കെ നെർവുകൾ ഒറിജിനേറ്റ് ചെയ്യുന്നു എന്നുള്ളത് അടുത്ത് നമുക്ക് നോക്കാം. ഓക്കെ, lumbar plexus and sacral plexus arise from lumbar and sacral segment of the spinal cord. Spinal cordന്റെ lumbar regionിൽ നിന്നാണ് ഇത് ഒറിജിനേറ്റ് ചെയ്യുന്നത്. The nerves arising these points innervate, എങ്ങോട്ടാണ് lumbar plexus നിന്നുള്ള nerves പോകുക? നമ്മുടെ ഹിപ്പ് റീജിയൻ അല്ലെങ്കിൽ പെൽവിക് ഗിർഡിലും പിന്നെ നമ്മുടെ ലോവർ ലിംസിലോട്ടുമാണ് ഇത് സപ്ലൈ ചെയ്യുക. എങ്ങോട്ടൊക്കെ പോവുക? പെൽവിക് ഗിർഡിലും പിന്നെ ലോവർ ലിംസിലോട്ടാണ് നമ്മുടെ ഈ ലംബാർ നെർവ്സ് സപ്ലൈ ചെയ്യുന്നത്. ലംബാർ പ്ലെക്സസിൽ നിന്ന് മെയിനായിട്ട് ഞാൻ ഓൾറെഡി അത് കാണിച്ചു, T12 മുതൽ L4 വരെയുള്ള സ്പൈനൽ നെർവ്സ് ആണ് ഒരുമിച്ച് ചേർന്നിട്ട് അതിൽ നിന്നും പുതിയ നെർവുകൾ ബ്രാഞ്ചസ് ഉണ്ടാകുന്നതാണ് ലംബാർ പ്ലെക്സസ് എന്ന് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട നെർവുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജെനിറ്റോ ഫെമറൽ, ഇവിടെ ഉണ്ട് ബ്രാഞ്ചസ് ഏതൊക്കെയാണെന്നുള്ളത് എല്ലാം ഉണ്ട്. ഇലിയോ ഹൈപ്പോഗാസ്ട്രിക് ഉണ്ട്, ഇലിയോ ഇൻഗൈനൽ ഉണ്ട്, ജെനിറ്റോ ഫെമറൽ ഉണ്ട്, ലാറ്ററൽ ഫെമറൽ ക്യൂട്ടേനിയസ് ഉണ്ട്, ഫെമറൽ നെർവ് ഉണ്ട്, ഒപ്റ്റുറേറ്റർ നെർവ് ഉണ്ട്. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെർവുകൾ തന്നെയാണ്. ഓർത്തിരിക്കുക, ഈ പേരുകൾ കാണുമ്പോൾ തന്നെ ഓർത്തിരിക്കുക. ഇതെല്ലാം ഏത് പ്ലെക്സസ് ആണ്? ലംബാർ പ്ലെക്സസ് ആണ്. നമ്മുടെ ഇടുപ്പിലും, നമ്മുടെ ഇടുപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇടുപ്പെന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല, ഹിപ്പ് റീജിയൻ അല്ലെങ്കിൽ പെൽവിക് ഗിർഡിലും ലോവർ ലിംസിലോട്ട് സപ്ലൈ ചെയ്യുന്ന നെർവ്സ് ആണ് ലംബാർ നെർവ്സ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നതാണ് ഏതൊക്കെ? ജെനിറ്റോ ഫെമറൽ, നമ്മുടെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നതാണ് ജെനിറ്റോ ഫെമറൽ നെർവ്സ്, പിന്നെ ലാറ്ററൽ ഫെമറൽ ക്യൂട്ടേനിയസ്, പിന്നെ ഫെമറൽ നെർവ്. ഇത് 3 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇലിയാക് റീജിയനിൽ നമ്മുടെ ഈ ഒരു ഇടുപ്പിൻ്റെ സൈഡ് ഭാഗം കേട്ടോ, ഹിപ്പിൻ്റെ സൈഡ് ഭാഗമാണ് ഇലിയോ ഹൈപ്പോഗാസ്ട്രിക് റീജിയനും ഇലിയോ ഇങ്ങനെ ആ ഒരു കാലിൻ്റെ ഇടുക്ക് വരുന്ന ഭാഗമുണ്ട്, നമ്മുടെ ഫെമറൽ ആർട്ടറി നമ്മൾ പാൽപ്പേറ്റ് ചെയ്യുന്ന ഭാഗം, ആ ഭാഗത്ത് വരുന്നതാണ് ഇലിയോ ഇൻഗ്വൈനൽ റീജിയൻ എന്ന് പറയുന്നത്. ഈ ഭാഗങ്ങളിലോട്ട് സപ്ലൈ ചെയ്യുന്ന ഇലിയോ ഇൻഗ്വൈനൽ നെർവ്സ്, പിന്നെ ഒപ്റ്റുറേറ്റർ, അതായത് നമ്മുടെ ചെറിയ മസിൽസിലോട്ട്, നമ്മുടെ ഹിപ്പിൻ്റെ റീജിയനിൽ തൈയിലോട്ടുള്ള ഒപ്റ്റുറേറ്റ് മസിൽസിലോട്ട് സപ്ലൈ ചെയ്യുന്ന നെർവാണ് ഒപ്റ്റുറേറ്റർ നെർവ് എന്ന് പറയുന്നത്. ഇതെല്ലാം ലംബാർ പ്ലെക്സസ് എന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന നെർവ്സ് ആണ്. ഓക്കെ, ഇനി അടുത്ത് വരുന്നതാണ് സാക്രൽ ഫ്ലെക്സസ്. അതും നമ്മുടെ സാക്രം റീജിയൻ, നമുക്കറിയാം അല്ലേ? സാക്രം എന്താണ്? ആ കോണിക്കൽ ഷേപ്പിൽ വരുന്ന ബോണാണ് സാക്രം എന്ന് പറയുന്നത്. അതിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്യുന്ന നെർവ്സ് ആണ് സാക്രൽ നെർവ്സ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന നെർവ്സിൻ്റെ പേരാണ് സുപ്പീരിയർ ഗ്ലൂട്ടിയൽ, ഇൻഫീരിയർ ഗ്ലൂട്ടിയൽ, പോസ്റ്റീരിയർ ഫെമറൽ ക്യൂട്ടേനിയസ്, ഷിയാറ്റിക്,
പുഡൻഡൽ. ഈ ഷിയാറ്റിക്കും പുഡൻഡലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഷിയാറ്റിക് നെർവാണ് നമ്മുടെ കാലിൻ്റെ താഴ്ഭാഗത്തോട്ട് താഴെ നമ്മുടെ ടിബിയൽ നെർവും ഫിബുലാർ നെർവുമായിട്ട് മെയിനായിട്ട് ഈ ഷിയാറ്റിക് നെർവാണ് മെയിൻ 2 ബ്രാഞ്ചസ് ആയിട്ട് ഫിബുലയിലോട്ടും ടിബിയയിലോട്ടും. 2 ബോണാണ് ലോവർ ലിംസിലുള്ള 2 ബോണാണ് ടിബിയയും ഫിബുലയും. അതിലോട്ട് സപ്ലൈ ചെയ്യുന്ന നെർവ്സാണ് ഫിബുലാർ നെർവും ടിബിയൽ നെർവ്. ഇത് രണ്ടും ഏതിൻ്റെ ബ്രാഞ്ചാണ്? ഷിയാറ്റിക് എന്നാണ് ഇത് വായിക്കുന്നത്. ഷിയാറ്റിക് നെർവിൻ്റെ ബ്രാഞ്ചസ് ആണ്. ഇത് ഏത് പ്ലക്സസിൻ്റെ ബ്രാഞ്ചാണ്? സാക്രൽ ഫ്ലക്സസിലുള്ള ബ്രാഞ്ചാണ്. ഇനി അതുപോലെ വരുന്ന മറ്റൊരു നെർവാണ് ഇതിൽ ഷിയാറ്റിക് നെർവ് കൂടാതെ മറ്റൊരു ബ്രാഞ്ചാണ് സൂറൽ നെർവ് കേട്ടോ. ഫിബുലാർ നെർവ് വീണ്ടും ഡിവൈഡ് ചെയ്ത് അതിൽ നിന്നുണ്ടാകുന്നതാണ് സ്യൂറൽ നെർവ് എന്നാണ്. നമ്മുടെ കാലിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമ്മുടെ കണ്ണിൻ്റെ മുകളിലായിട്ട് വരുന്ന നെർവാണിത് സൂറൽ നെർവ് എന്ന് പറയുന്നത്. ഇതെല്ലാം ഏതിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത നെർവ്സ് ആണ്? സാക്രൽ പ്ലക്സസിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത നെർവ്സാണ്. ആ പേരുകളെങ്കിലും അറ്റ്ലീസ്റ്റ് ഈ പേരുകളും പ്ലക്സസും ഏതൊക്കെയാണെന്നെങ്കിലും മാത്രം ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കാൻ ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് അതിനെ കുറച്ചുകൂടി വിശദീകരിച്ച് ഇവിടെ ഉണ്ട്. നമ്മുടെ ഇടുപ്പിൽ നിന്ന് നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഫെമറൽ നെർവ്, ഇലിയോ ഹൈപ്പോഹയാസ്ട്രിക് നെർവ്, ഇലിയോ ഇൻഗ്വൈനൽ നെർവ്, ജെനിറ്റോ ഫെമറൽ നെർവ്, ലാറ്ററൽ ഫെമറൽ ക്യൂട്ടേനിയസ്, ഫെമറൽ നെർവ്, ഒബ്റ്റുറേറ്റർ നെർവ്, അങ്ങനെ സുപ്പീരിയർ ഗ്ലൂട്ടിയൽ നെർവ്, ഇൻഫീരിയർ ഗ്ലൂട്ടിയൽ നെർവ്, പ്യുഡൻഡൽ നെർവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജെനിറ്റൽ റീജിയനിലോട്ട് പോകുന്ന നെർവാണ് പ്യുഡൻഡൽ നെർവ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് ഷിയാറ്റിക് നെർവ് ഫോം ചെയ്യുന്നു. ഷിയാറ്റിക് നെർവ് ഇവിടെ കാണാം, ബാക്ക് സൈഡ് കാലിൻ്റെ ബാക്ക് സൈഡ് ഷിയാറ്റിക് നെർവ് വന്ന് രണ്ടും ആയിട്ട് മെയിൻ ബ്രാഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ടിബിയൽ നെർവ് എന്നും ഫിബുലാർ നെർവ് എന്ന് പറയുന്നത് 2 നെർവുകളായി മാറുന്നു. ഇതിൽ ഫിബുലാർ നെർവിൽ നിന്നുമാണ് സ്യൂറൽ നെർവ് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ കാലിലോട്ട്, നമ്മുടെ കാൽപാദത്തിലോട്ട് സപ്ലൈ ചെയ്യുന്നത്. ടിബിയൽ നെർവും ഫിബുലാർ നെർവുമാണ് നമ്മുടെ കാൽപത്തിയിലോട്ട് സപ്ലൈ ചെയ്യുന്നത്. നമ്മുടെ കാലിൻ്റെ തന്നെ ഓരോ ഭാഗങ്ങളിലോട്ട് സപ്ലൈ ചെയ്യുന്നത് ഏത് നെർവുകളാണെന്ന് ഈ ഒരു പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ക്ലിയർ ആവുന്നുണ്ടോ? അത് ജസ്റ്റ് വീഡിയോ പോസ് ചെയ്യുക, എന്നിട്ട് അത് സ്ക്രീൻഷോട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതൊരു ഒരുപാട് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും അല്ല ഞാൻ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. ആ ക്വസ്റ്റ്യന് പകരം നിങ്ങൾക്ക് അടുത്ത ദിവസം നിങ്ങൾക്ക് സാഫിനസ് വെയിൻ എന്ന് ചോദിക്കാൻ വേണമെങ്കിൽ, സാഫിനസ് വെയിൻ എന്ന് പറഞ്ഞാൽ ഏത് പ്ലക്സസിൽ വരുന്നതാണ്? നമ്മുടെ സാക്രൽ ഫ്ലക്സസിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന ഒരു നെർവാണ് സാഫിനസ് എന്ന് പറയുന്നത്. സാഫിനസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം സാഫിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാക്രൽ ഫ്ലക്സസിൽ നിന്ന് കാലിലോട്ട് വരുന്ന ഒരു നെർവാണ് സാഫിനസ് നെർവ് എന്ന് പറയുന്നത്. ഷിയാറ്റിക് നെർവ് അതും സാക്രൽ ഫ്ലക്സസിലുള്ള നെർവാണ്. അല്ലെങ്കിൽ ഫിബുലാർ നെർവ്, ടിബിയൽ നെർവ് ഏതിൻ്റെ ബ്രാഞ്ചസ് ആണ്? ഷിയാറ്റിക് നെർവിൻ്റെ ബ്രാഞ്ചസ് ആണ്. സ്യൂറൽ നെർവ് ഏത് നെർവിൻ്റെ ബ്രാഞ്ചാണ്? ഫിബുലാർ നെർവിൻ്റെ ബ്രാഞ്ചസ് ആണ്. അങ്ങനെ ക്വസ്റ്റ്യൻസ് വരാം. ക്ലിയർ? ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഏത് പ്ലക്സസ് ചോദിച്ചാലും ഏത് നെർവ് ചോദിച്ചാലും അറിഞ്ഞിരിക്കണം എഴുതാൻ വേണ്ടിയിട്ട്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ എന്ത് വിചാരിക്കുന്നു? ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ ഇതൊരു ഫസ്റ്റ് ക്ലാസ് ആണ്. നിങ്ങൾ ഈ രീതിയിൽ എക്സ്പെക്ട് ചെയ്യുന്നു അതോ ക്വസ്റ്റ്യനും ജസ്റ്റ് പോസ്റ്റീരിയറും എന്ന് മാത്രം ആൻസർ പറഞ്ഞു തന്നാൽ മതിയോ? ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോൾ ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ അതിലൊരു കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതുപോലെ എല്ലാം കംപ്ലീറ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്ത് തരണമോ, അതോ ജസ്റ്റ് ക്വസ്റ്റ്യനും എൻ്റെ ആൻസറും മാത്രം ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ട് പറഞ്ഞു പോയാൽ മതിയോ? ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആ രീതിയിലായിരിക്കും ഇനി നമ്മൾ അടുത്ത ക്ലാസ്സുകൾ എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 1 മണിക്കൂറേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ, അതിൽ കൂടുതലോട്ടൊന്നും പോകുന്നില്ല. ഇന്ന് നമ്മൾ ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇവിടെ നിർത്താണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് പഠിക്കാൻ പോകുന്നത്. കൊറോണറി സൈനസ് ഓപ്പൺസ് ഇൻറ്റു ഡാഷ് ഏത് ചാമ്പറിലോട്ടാണ് ഓപ്പൺ ചെയ്യുക. അത് നമ്മൾ ഹാർട്ടിൻ്റെ കംപ്ലീറ്റ് സ്ട്രക്ചർ ഞാൻ അവിടെ ചുരുക്കി പറഞ്ഞു തരും. എന്നിട്ട് റൈറ്റ് ഏട്രിയത്തിനെ കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരികയും ചെയ്യും. ഓക്കെ, ഹൗ വാസ് ദ ക്ലാസ്? വാട്ട് യു ഫീൽ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്? യു ജസ്റ്റ് ആൻസർ ഫോർ മീ, പുട്ട് എ മെസ്സേജ്, then I can understand. എന്തെങ്കിലും ഇത്രയും ഡീറ്റെയിൽസ് വേണ്ട, ചുരുക്കി മതി, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ പറയാം. എന്ത് തോന്നുന്നു? ഓക്കെ, I will wait for 2 minutes for your comments. കംപ്ലീറ്റ് എക്സ്പ്ലനേഷൻ വേണം. ഓക്കെ, അത് തന്നെയാണ് ഏറ്റവും നല്ലത്. എനിക്കും അതാണ് ഇഷ്ടം. കാരണം ക്ലാസ്സുകൾ എടുക്കുമ്പോൾ തൃപ്തിയോടെ കൂടെ ക്ലാസ് എടുക്കണമെങ്കിൽ എനിക്ക് കംപ്ലീറ്റ് എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് തരണം. അല്ലാതെ നമ്മൾ ജസ്റ്റ് എൻ്റെ വാച്ച് അവേഴ്സ് കൂട്ടുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെ ജസ്റ്റ് മാത്രം ക്യുക്കായിട്ട് പറഞ്ഞു പോയിട്ട് നിങ്ങൾക്കൊരു ഉപയോഗം ഇല്ലാതായിപ്പോൾ. അതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് കംപ്ലീറ്റ് എക്സ്പ്ലനേഷൻ തന്നെ എടുത്തു തരാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക.
അപ്പം നാളെ നമ്മൾ ഇതിൻ്റെ ബാക്കി ക്ലാസ് നാളെ ഇതേപോലെ 5:30 മണിക്ക്, ഓക്കെ, നമ്മളത് നേരത്തെ ആക്കുന്നില്ല, 5:30 തന്നെ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, 5:30 ടു നമുക്കൊരു 6:30 അത്രയും മതി. ഓക്കെ, അത് ഇപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് ഫിനിഷ് ആകുന്നവരെ ചിലപ്പോൾ ഒരു 6:15 തീരും, ചിലപ്പോൾ ഒരു 6:45 തീരും. ആ ഒരു രീതിയിൽ നമുക്ക് ഫിനിഷ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇതുപോലെ ഓരോരോ പോർഷൻസ് അഡീഷണലി നിങ്ങൾ ക്ലാസ്സിൽ പഠിക്കുന്നതിന് പുറമെ നിങ്ങൾ ഓരോ ദിവസം പഠിച്ച് പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക ഫോർ യൂണിവേഴ്സിറ്റി എക്സാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് അല്ല, പോയി കിടന്ന് ഉറങ്ങണ്ട, പഠിക്കുക പോയിരുന്നു. ബൈ.